नमस्ते। कैलिकट यूनिवर्सिटी स्कूल ऑफ डिस्टेंस एजुकेशन के MA हिंदी 3rd सेमेस्टर इलेक्टिव कोर्स है हिंदी दलित साहित्य दलित लिटरेचर इन हिंदी। इस सत्र की ओर आप सबको हार्दिक स्वागत है। इस पेपर में मुख्यतः इन्हीं बातों को समाया गया है, जैसे दलित साहित्य अर्थ एवं परिभाषा, दलित साहित्य की सामान्य प्रवृत्तियाँ, दलित आंदोलन और उसका नेतृत्व, और मोहनदास नैमिष राय का एक उपन्यास मुक्ति पर्व, माधा प्रसाद का नाटक धर्म परिवर्तन, डॉक्टर एन सिन्हा के संपादकत्व में निकाला गया काव्य संग्रह चेतना के स्वर, ओम प्रकाश वाल्मीकि का जूटन, नई सदी की पहचान श्रेष्ठ दलित कहानियों से चुनी गई 4 कहानियां। सीधे विषय की ओर जाती हूँ। दलित साहित्य अर्थ एवं अवधारणा। दलित लिटरेचर के बारे में पढ़ते वक्त सबसे पहले हम दलित माने क्या है, हम किसे दलित कहते हैं, दलित का शाब्दिक अर्थ क्या है, इसकी ओर ध्यान देना बहुत जरूरी है। यहाँ दलित शब्द का अर्थ है जिसका दलन या उत्पीड़न किया गया हो। इसका अर्थ दबा, कुचला, अपमानित या प्रताड़ित होता है। जिसका दलन व दमन हुआ है, दबाया गया हो, जो पीड़ित, शोषित, सताया, गिराया, उपेक्षित, घृणित, रौंदा, मसला कुचला हुआ हो, वही दलित है। दलित എന്ന ആ ഒരു ശബ്ദം ദൽ എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ് ദളിത് എന്നൊരു ടേം ഉരുത്തിരിഞ്ഞു വന്നത്. ദൾ മാനെ ഒരു ഗ്രൂപ്പായി മാറ്റുക, എനിക്ക് ദലത്ത് കിയാ ഗയാ ഹോ, അതായത് അടർത്തി മാറ്റിയ ഒരു വിഭാഗം, സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ഒരു വിഭാഗം എന്നതിനെ സൂചിപ്പിക്കുന്ന ടേമാണ് ദളിത് എന്ന് പറയുന്നത്. അതിന് എന്താ പറയാം, ഉത്പീഡൻ, യാനിക്ക് ജിസ്കാ ദലൻ ഉത്പീഡൻ കിയാ ഗയാ ഹോ, ആരെയാണോ അടിച്ചമർത്തപ്പെടുന്നത്, ആരാണോ പീഡനങ്ങൾ അനുഭവിക്കുന്നത്, ആരാണോ അപമാനിക്കപ്പെടുന്നത്, അവഗണിക്കപ്പെടുന്നത്, അങ്ങനെ ഒരു വിഭാഗത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ദളിത് എന്ന് പറയുന്നത്. ജിസ്കാ ദലൻ ദമൻ ഹുവാ ഹോ, ദബായ ഗയാ ഹോ, സപ്രസ് ചെയ്യുന്ന വിഭാഗം. വിശോഷിത്, സതായ, ഗിറായ, ഉപേക്ഷിത് എവം ഘൃണിത് വർഗ ഹെ. സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട, വെറുക്കപ്പെട്ട ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ ദളിത് എന്ന് പറയുന്നത്. विनिष्ट, मर्दित, परास्त, हतोत्साहित और वंचित हो, वही दलित है. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടതും പരാജയപ്പെട്ടതും യാതൊരു വികസനവും സംഭവിക്കാത്ത സമൂഹത്തിന്റെ ഇങ്ങനെ ഒരു വിഭാഗത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ദളിത് എന്ന് പറയുന്നത്. अतः दलित वर्ग का सामाजिक संदर्भ में वो अर्थ होगा वो जाति समुदाय जो अन्यायपूर्वक सवर्णों या उच्च जातियों द्वारा दमित किया गया हो, रौंदा गया हो. अर्थात दलित किसी जाति व धर्म का कोई शब्द नहीं है, वो कोई भी हो सकता है. അതായത് സമൂഹത്തിൽ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം, സപ്രസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം, അത് ആരുമാകാം. അതിനൊരു ജാതിയോ മതവുമായിട്ടോ ദളിത് എന്നതിന് ശരിക്കും എന്തില്ല, യാതൊരു റിലേഷൻ ഇല്ല. ദളിത് എന്ന് പറയുന്നത് അതൊരു കാസ്റ്റോ ഒരു റിലീജിയനോ ആയിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ദളിത് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ട ഒരു വിഭാഗം, അത് ആരുമാകാം. ജോ സമാജ് മേ उत्पीड़ना या शोषण का शिकार बन जाता है, वही दलित है. चाहे स्त्री हो, बच्चे हो, जो भी हो. അത് കുട്ടികളാകാം, സ്ത്രീകളാകാം, സമൂഹത്തിന്റെ ഏതൊരു വർഗത്തിൽ, ഏതൊരു തട്ടിൽ വരുന്ന ആളുകളുമാകാം. ആരാണോ അവഗണിക്കപ്പെടുന്നത്, നിരന്തരം ചൂഷണങ്ങൾ അനുഭവിക്കപ്പെടുന്നത്,
അതായത് ജോ ദലത്ത് കിയാ ഗയാ ഹോ, വലിയൊരു സൊസൈറ്റിയിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ഒരു വിഭാഗം, അതിനെ ദളിത് എന്ന് പറയാം. അതിന് യാതൊരു മതവുമായിട്ടും ഒന്നും യാതൊരു ബന്ധമില്ലാത്ത ഒരു വിശാലമായ ഒരു അർത്ഥമുള്ള ഒരു ടേമാണ് ദളിത് എന്ന് പറയുന്നത്. പക്ഷെ പോകെ പോകെ കാലാന്തരത്തിൽ എന്ത് സംഭവിച്ചു? ദളിത് എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അസ്പൃശ്യ ജാതി, അതായത് അൺടച്ചബിൾ ആകുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ദളിത് എന്നൊരു ശബ്ദത്തിന് അർത്ഥലോപം സംഭവിച്ചു. അതായത് ദളിത് എന്നൊരു ശബ്ദത്തിന് വലിയ വിസ്താരമായിട്ടുള്ള അർത്ഥമുണ്ട്. പക്ഷേ കാലാന്തരത്തില് ഹിന്ദു ധർമ്മ വ്യവസ്ഥയില് ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന അൺടച്ചബിൾ ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് ജോ ശൂദ്ര കേത്തേഹന, ശൂദ്ര എന്ന് പറയും. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ലാസ്റ്റ് വരുന്ന ശൂദ്ര വിഭാഗം, ആ വിഭാഗത്തില് അൺടച്ചബിൾ ആയി കരുതപ്പെടുന്ന ആ ഒരു കുറച്ച് വിഭാഗത്തിനെ മാത്രം സൂചിപ്പിക്കുന്ന ശബ്ദമായി ദളിതിന് അർത്ഥലോപം സംഭവിച്ചു. അർത്ഥം ചെറിയ രീതിയിൽ അതിനെ ചുരുങ്ങി എന്നതാണ്. പക്ഷെ ദളിത് എന്നത് ഇത്രയും എന്താണ് വിസ്താരമായിട്ടുള്ള അർത്ഥമാണ് ദളിത് എന്ന ശബ്ദിനുള്ളത്. ദളിത് ശബ്ദ വ്യാപക് രൂപമേ പീഡിത് കെ അർത്ഥമേ ആത്താ ഹെ. ദളിത് വളരെ വ്യാപകമായ അർത്ഥത്തിൽ നോക്കണമെങ്കിൽ ആരൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്നോ അവരെ നമുക്ക് ദളിത് എന്ന് പറയാം. पर दलित वर्ग का प्रयोग हिंदू समाज व्यवस्था के अंतर्गत परंपरागत रूप से अछूत माने जाने वाले वर्ग के लिए रूढ़ हो गया है. ഇപ്പോൾ നമുക്ക് ദളിത് എന്ന് പറയുമ്പോഴേക്കും നേരെ നമ്മുടെ ചിന്തകൾ പോകുന്നത് എന്താ, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ആ വിഭാഗത്തിലേക്കാണ് പോകുന്നത്. भारतीय समाज में दलित के लिए विभिन्न शब्द प्रयुक्त होते हैं. इसमें शूद्र सर्वाधिक प्रचलित शब्द है. അതായത് ഭാരതീയ വ്യവസ്ഥയിൽ ദളിതിന് പകരം ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന ഒരു ടേമാണ് ശൂദ്ര എന്ന് പറയുന്നത്. इसके अलावा अछूत, अत्यंज, पंजाब, हरिजन, अस्पृश्य आदि शब्दों का प्रयोग होता रहा. वर्तमान संदर्भ में लोग दलित का अर्थ अनुसूचित जातियों तक सीमित करते हैं. बस उतना ही. ഇന്നത്തെ സിറ്റുവേഷനിൽ, ഇന്നത്തെ നമ്മുടെ കണ്ടംപററി സിറ്റുവേഷനിൽ ദളിത് എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് വിഭാഗം മാത്രമായി ഒതുങ്ങി. भारतीय हिंदू वर्ण व्यवस्था प्राचीन समय में 4 विभागों में विभक्त थे. ആദ്യമേ പറഞ്ഞു, അതായത് നമ്മുടെ ഭാരതീയ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മ पर आधारित एक राज्य थे पहले. यानी कि अब भी जो है हिंदू धर्म व्यवस्था के आधार पर ही हमारी राज्य आगे बढ़ते रहते हैं. तो हिंदू वर्ण व्यवस्था में जो 4 विभाग है ना, 4 विभाग इले, ब्राह्मण, क्षत्रिय, वैश्य, शूद्र. कालांतर में शूद्र 2 वर्गों में विभक्त हो गया, स्पर्श अस्पर्श. അതായത് ഹിന്ദു വർണ്ണവ്യവസ്ഥയിൽ ഏറ്റവും 4ാം തട്ടിൽ വരുന്ന വിഭാഗം ശൂദ്ര കുറേയും കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവര് 2 വിഭാഗമായി തിരിഞ്ഞു, സ്പർശും അസ്പർശും. അതായത് അതിൻ്റെ അകത്ത് എന്താണ് അയിത്തം അനുഭവിക്കുന്ന, അയിത്തം നേരിടുന്ന കുറച്ച് സമൂഹം എന്ന് പറഞ്ഞ് ശൂദ്രരിലും 2 വിഭാഗമായി തിരിഞ്ഞു. इसमें अस्पर्श या दलित जाति को समाज में निम्न स्थान प्राप्त हुआ. അതിലും ശൂദ്രരിലും താഴെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അസ്പൃശ്യ ജാതിയെ മാറ്റി നിർത്തി അവരാണ് പിന്നീട് പിൽക്കാലത്ത് ദളിതരെന്ന് അറിയപ്പെടുന്നത്. महाराष्ट्र में सन 1970 के दशक में दलित पैंथर राजनीतिक दल ने दलित शब्द का सबसे अधिक प्रचार किया. दलित എന്നൊരു ടേം കൂടുതലും പ്രചാരത്തിലേക്ക് വരുന്നത് ഒരു 1970 സമയത്ത് മഹാരാഷ്ട്രയിലെ ദളിത് പാന്തർ എന്ന് പറഞ്ഞ് ഒരു ദളിതരുടെ വികസനത്തിന് വേണ്ടി ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെയാണ് ദളിത് ശബ്ദ കൂടുതലും പ്രചരിക്കാൻ തുടങ്ങുന്നത്. कंवल भारती ने अपनी विचार प्रकाशन करते हुए कहा है, दलित वो है जिस पर अस्पृश्यता नियम लागू किया गया है, जिस कठोर गंदे कार्य करने के लिए बाध्य किया गया हो, जिसे शिक्षा ग्रहण करने और स्वतंत्र व्यवसाय करने से मना किया गया हो, सिर्फ वही दलित है. കമ്മൽ ഭാരതി ദളിതിനെ കുറിച്ച് പറഞ്ഞ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണത്. അതായത് എന്താണ്, ദളിത് വഹ, ദളിത് എന്ന് പറയുന്നത് ഇവരാണ്. എങ്ങനെ, ജോ അസ്പൃശ്യത നിയമം ലാഗു കിയാ ഗയാ ഹെ, ആരുടെ മുകളിലാണോ അസ്പൃശ്യത, അൺടച്ചബിലിറ്റിയുടെ നിയമം നടപ്പിലാക്കുന്നത്, എങ്കിൽ ആരാണോ അൺടച്ചബിൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നത്, ആ വിഭാഗത്തെ നമുക്ക് ദളിത് എന്ന് വിളിക്കാം. ജിസ് കഠോർ ഗന്ദേ കാര്യ കർനെ കെ ലിയെ ബാധ്യ കിയാ ഗയാ ഹോ വഹി ഭി ദളിത് ഹെ. അതായത്
സമൂഹത്തിലെ ഏറ്റവും ഗന്ധേ, ഏറ്റവും അഴുക്ക് നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ജോലി എന്ന് പറയുമ്പോഴേക്കും മറ്റു മനുഷ്യർ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുന്ന സമൂഹത്തിലെ ഒരു വിഭാഗം, അവരെ നമുക്ക് ദളിതരെന്ന് വിശേഷിപ്പിക്കാം. जिसे शिक्षा ग्रहण करने और स्वतंत्र व्यवसाय करने से मना किया गया हो. ആരെയാണോ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി തടസ്സമുണ്ടാക്കുന്നത്, ആരാണോ വിദ്യ നേടാൻ അല്ലെങ്കിൽ അറിവ് നേടാൻ, ശിക്ഷ നേടാൻ, വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സമൂഹം അംഗീകരിക്കാത്തത്, അവസരം കൊടുക്കാത്തത്, ആ ഒരു വിഭാഗം ദളിതാണ്. और उसके साथ ही साथ स्वतंत्र व्यवसाय करने से मना किया गया हो. സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാൻ, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തടസ്സം നേരിടേണ്ടി വരുന്ന ആ ഒരു വിഭാഗവും ദളിതാണെന്ന് പറയാം. വഹി ദളിത് ഹെ, അങ്ങനെയാണ് കമൽ ഭാരതി ദളിതിനുള്ള ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. आगे दलित विमर्श माने क्या है ये देखेंगे. पहले हम दलित शब्द, दलित कौन है ये देख लिया. उसके बाद दलित विमर्श क्या है इसके बारे में चर्चा करेंगे. दलित विमर्श का संबंध पीड़ित, शोषित व दबाए गए लोगों में अपनी अधिकारों के प्रति सजगता एवं जागृति से है. दलित विमर्श, दलित ഡിസ്കോഴ്സ്, എന്തിനാണ് ദളിത് വിമർശ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് സപ്രസ് ചെയ്യപ്പെടുന്ന സമൂഹത്തിന് അവർക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി, അവരുടെ അധികാരത്തെക്കുറിച്ച്, അവരുടെ മാനവാധികാരം, അവർക്കും കുറെ റൈറ്റ്സ് ഉണ്ട് ഈ സമൂഹത്തിൽ, അവരും മനുഷ്യരാണ്, മറ്റുള്ളവര് അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യം ഈ ലോകത്ത് അവർക്കുമുണ്ട് എന്നുള്ള ഒരു സജഗത, എന്നൊരു ബോധവൽക്കരണം കൊടുക്കുക. അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ദളിതരായിട്ടുള്ള ഈ ജാതിയിലുള്ള ആളുകൾ ഇത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞ് അത് അങ്ങനെ അനുസരിച്ച് പോകുന്ന ആ വിഭാഗത്തിലുള്ള ജനങ്ങളെ എന്ത് ചെയ്യാൻ, ആ ഒരു ചിന്താഗതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് തൻ്റെ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി, വാദിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ തൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ശക്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദളിത് വിമർശ് ആരംഭിക്കുന്നത്. ദളിതോം കെ ബാരെ മേ കിയാ ഗയ വിചാർ ഹി ദളിത് വിമർശ് കഹലാത്തെ ഹെ. അതായത് ദളിതരെ കുറിച്ച് പറയുന്ന വിമർശ്, ദളിതരെ കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതെല്ലാം ദളിത് വിമർശാണ്. सदियों से समाज में व्याप्त सामंती परंपरा व सामाजिक विसंगतियों की दीवार को ढहाकर दलितों के लिए स्वाभिमान महल का निर्माण दलित विमर्श का लक्ष्य है. നൂറ്റാണ്ടുകളായിട്ട് ദളിതരെന്ന് കരുതി അല്ലെങ്കിൽ ദളിതർ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളുണ്ട്. അത് സമൂഹം, സാമന്തി വർഗ, സമൂഹത്തിലെ സവർണ ജാതിക്കാര്, സമൂഹത്തിലെ ഹൈ ക്ലാസ്സുകാര്, ജാതിയിലും ആർത്ഥികപരമായും ഹൈ ക്ലാസ്സുകാര്, സവർണ ജാതികള്, ഇവരുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെതായ പല സീമകൾ, അതിൻ്റെതായ പല അതിർത്തിയെയും തകർത്തുകൊണ്ട് എന്ത് ചെയ്യാൻ, അഭിമാനത്തോടു കൂടി ദളിതന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നതാണ് ദളിത് വിമർശിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദളിത് വിമർശ് കെ കാരണം ദളിതോം കി സ്ഥിതി മേ കാഫി കുച്ച് സരാഹനീയ പ്രഗതി ജറൂർ ഹുയി ഹെ. ദളിത് വിമർശ്, ദളിത് എന്ന് പറയുന്നത് സമകാലീന യുഗത്തിലാണ് ഇങ്ങനെ പല ഡിസ്കോഴ്സുകൾ വരുന്നത്. സ്ത്രീ വിമർശ് വരുന്നതും ദളിത് വിമർശ് വരുന്നതും ആദിവാസി വിമർശ് വരുന്നതൊക്കെ സമകാലീന സമയത്താണ്. ഒരു പക്ഷെ അതിനു മുമ്പൊക്കെ ദളിതർ സാഹിത്യത്തിന്റെ വിഷയമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അതൊരു പ്രത്യേക പ്രവൃത്തി അല്ലെങ്കിൽ പ്രത്യേക ഒരു ധാരയാകാനും വേണ്ടും അത്രയും എന്ത് ചെയ്തിട്ടില്ല, മുഖ്യധാരയിലേക്ക് ദളിത് വിമർശമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സാഹിത്യത്തിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, ഈ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ജനങ്ങളൊക്കെ മുഖ്യ വിഷയമായി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ ഒരു സ്പെഷ്യൽ ധാരയായിട്ട്, സ്പെഷ്യൽ സ്പെഷ്യൽ ഏരിയയായി കണ്ടു തുടങ്ങുന്നത് സമകാലീന യുഗത്തിലാണ്. സ്ത്രീ വിമർശ് വന്നു, ദളിത് വിമർശ് വന്നു, ആദിവാസി വിമർശ് വന്നു. തീർച്ചയായും ഇങ്ങനെ ഒരു വിമർശകളൊക്കെ വന്നതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദളിതരുടെയും ആദിവാസിയുടെയും സ്ത്രീകളുടെയൊക്കെ സ്ഥിതിയിൽ ഒരു പരിധിവരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ദളിത് വിമർശ് വർണ്ണവ്യവസ്ഥ കാ വിരോധി ഹെ വ സമതാ കി പക്ഷധർ ഹെ. ദളിത് വിമർശ് എന്ന് പറയുന്നത് വർണ്ണവ്യവസ്ഥയ്ക്ക് ഖിലാഫ് ഹെ, അതായത് ഈ ജാതിയുടെ പേരിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾക്കെതിരാണ് അവര്. ഒപ്പം സമതാക്ക് പക്ഷധർ ഹെ, ഈക്വാലിറ്റിയാണ് അവരുടെ ലക്ഷ്യം.
कंवल भारती ने दलित साहित्य के स्वरूप को रेखांकन करते हुए लिखा है, दलित साहित्य से अभिप्राय और साहित्य से है जिसमें दलित ने स्वयं अपनी पीड़ा को स्थापित किया है। अपनी जीवन संघर्ष में दलितों ने जिस यथार्थ को भोगा है, दलित साहित्य उसकी अभिव्यक्ति करते हैं। यह कला के लिए कला का नहीं बल्कि जीवन का और जीवन की जिजीविषा का साहित्य है. അതായത് അപ്പൊ ദളിത് വിമർശം എന്താന്ന് പറഞ്ഞു, സാഹിത്യത്തിൽ ദളിതർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. ദളിത് ഉപന്യാസങ്ങൾ എഴുതപ്പെടുന്നുണ്ട്, ദളിതരെ കേന്ദ്രീകരിച്ച് ഉപന്യാസങ്ങള്, നാടകങ്ങള്, കവിതകള് എല്ലാം എഴുതപ്പെടുന്നുണ്ട്. സാഹിത്യത്തിന്റെ പല വിധകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദളിത് വിമർശം കയറിക്കഴിഞ്ഞു. അപ്പോഴേക്കും ദളിത് സാഹിത്യത്തില് എപ്പോഴും ഇന്നും രണ്ട് എന്താ പറയുക തർക്കത്തിനുള്ളൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നത് ജന്മം കൊണ്ടത് ദളിത് അല്ലെങ്കിൽ ദളിതനായി ജനിച്ചു അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലെ എന്താണ് സമൂഹം ദളിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ജാതിയിൽ ജനിച്ചു. അതായത് എന്താണ്, തീർച്ചയായും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രത്യേക ജാതിയോ വ്യവസ്ഥയോ ഒന്നും തന്നെ ഇല്ല. സമൂഹത്തിന്റെ വ്യവസ്ഥിതികളും ഒപ്പം സവർണ ജാതികളും സാമന്തി വർഗവുമാണ് അവരെ ദളിതരെന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ വ്യവസ്ഥയിൽ ഒരിക്കലും എന്തില്ല, അങ്ങനെ ഒരു വേർതിരിവ് ഇല്ല. എല്ലാ മനുഷ്യരും നിയമത്തിന്റെ മുൻപിൽ ഒരേപോലെയാണ്. അങ്ങനെ ദളിതരോ അങ്ങനെ ഒരു വേർതിരിവ് സമൂഹത്തിൽ ഇല്ല. പക്ഷെ സവർണ ജാതികൾ അവരെ അടിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, അങ്ങനെ ഒരു ഒരു തർക്കമുണ്ട്. അതായത് കുറച്ച് വിഭാഗം വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദളിതനായി ജനിച്ചു അല്ലെങ്കിൽ ദളിതനായി ജനിച്ചു എന്ന് പറയുമ്പോൾ സമൂഹം അവരെ ദളിതനായി മുദ്രകുത്തി. അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ ജനിച്ചു സ്വയം അങ്ങനത്തെ സിറ്റുവേഷനുകളൊക്കെ അനുഭവിച്ചു വന്ന ഒരു വ്യക്തി എഴുതുന്ന സാഹിത്യത്തിനെ ദളിത് സാഹിത്യം എന്ന് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമേ ദളിത് സാഹിത്യം എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് കുറേ വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട്. അതായത് സ്വയം അനുഭവിച്ച ഭോഗാഹുവ യഥാർത്ഥ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഞാനൊരു ദളിതൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാൻ പകർത്തി എഴുതുമ്പോഴേ അതിനെ ദളിത സാഹിത്യം എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഒരു വിഭാഗത്തിലുള്ള ആളുകൾ പറഞ്ഞപ്പോഴേക്കും മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ പറഞ്ഞു, ജന്മം കൊണ്ട് ദളിതനല്ലാത്ത ഒരാൾ എഴുതുന്ന സാഹിത്യത്തിന് മറ്റേ സാഹിത്യത്തിന്റെ അത്രം അല്ലെങ്കിൽ ദളിതൻ എഴുതിയ സാഹിത്യത്തിന്റെ അത്രം എന്തുണ്ടാവില്ല, അതിന് അത്രയും ഉൾക്കാമുണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ ദളിത് ലേഖക് എന്ന് പറയും, ഗൈർ ദളിത് ലേഖക് എന്നും രണ്ട് പിരിവുകള് ഇന്നും ദളിത് സാഹിത്യത്തിലുണ്ട്. ഓക്കെ, അപ്പം ദളിതരായി ജീവിക്കപ്പെടേണ്ടി വന്ന അവരുടെ ജീവിതത്തിൽ കടന്നുപോയ സംഘർഷങ്ങളൊക്കെ അവർ എഴുതുമ്പോഴേക്കും അതിന് വലിയൊരു ജീവനുണ്ട്. പക്ഷെ മറ്റുള്ളവർ എഴുതുന്ന സമയത്ത് അവർ ദളിതരല്ല, അവരങ്ങനെ ജീവിച്ചിട്ടില്ല, അവർ കണ്ടിട്ടേ ഉള്ളൂ, കേട്ടിട്ടേ ഉള്ളൂ. അത് എഴുതുന്ന സമയത്ത് അവിടെ ഒരു സഹാനുഭൂതിയാണെന്നാ പറയുന്നത്, അവർക്ക് കരുണയാണ്. ദളിതരായി ജീവിച്ച ആൾക്കാരോട് അവർ കാണിക്കുന്ന സിമ്പതി മാത്രയുമാണ് എന്നാണ് പറയുന്നത്. അപ്പം ദളിത് സാഹിത്യകാരെ കുറിച്ച് പറയുമ്പോഴേക്കും ദളിത് ലേഖകണ്ടെന്ന് പറയാറുണ്ട്, ഗൈർ ദളിത് ലേഖകണ്ടെന്നും പറയാറുണ്ട്. അപ്പൊ കമൽ ഭാരതി അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഭോഗാഹുവ യഥാർത്ഥ, ജീവിതത്തിൽ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളെ പകർത്തുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ, അത് റിയൽ ആവുള്ളൂ. കാരണം ഒരു ദളിതൻ എന്ന് പറയുന്നത് അവന്റെ സാഹിത്യം ഒരിക്കലും കലയല്ല. അവനെ സംബന്ധിച്ചിടത്തോളം തന്റെ കഴിവ് പ്രകടിപ്പിക്കുകയല്ല ദളിത സാഹിത്യത്തിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത്, ജീവിക്കാനുള്ള അമിത ആവേശമാണ്. അതിനു വേണ്ടിയാണ് ഓരോ ദളിതനും സാഹിത്യം എഴുതുന്നത് എന്നാണ് കമൽ ഭാരതി ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ, दलित साहित्य से अभिप्राय उस साहित्य से है जिसमें दलित ने स्वयं अपनी पीड़ा को स्थापित किया है. ദളിതൻ സ്വയം താൻ അനുഭവിച്ച പീഡനങ്ങൾ വ്യക്തമാക്കുന്നത് അതിനെയാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. अपने जीवन संघर्ष में दलितों ने जिस यथार्थ को भोगा है, दलित साहित्य उसी की अभिव्यक्त करता है. അതായത് തൻ്റെ ജീവിത യാത്രയിൽ അവര് സ്വയം ജോ ഭോഗാ ഹുവ യഥാർത്ഥ, അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളെ അവരത് അഭിവ്യക്തി ചെയ്യുന്ന സമയത്ത്, അവരത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് എന്തായി മാറുന്നു, വെത്തോ കലാ നെഹി ഹെ വഹ, അവിടെ അത് കലയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കലയല്ല, അവർ കലാകാരുമല്ല. എനിക്ക്
कला के लिए कलाकार नहीं बल्कि जीवन का और जीवन की जिजीविषा का साहित्य है. അവരെ സംബന്ധിച്ചിടത്തോളം അത് കലയല്ല, അവർക്ക് എന്താണ് ജീവൻ, യാനിക്ക് ജീവൻ കി ജിജീവിഷ ഹെ, നാളെ എന്താണ് ജീവിതത്തോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹമാണ്, എന്താണ് സ്വാതന്ത്ര്യത്തോടു കൂടി മുഴുവൻ അധികാരത്തോടു കൂടി ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള അവരുടെ ജീവിതത്തോടുള്ള അമിത ആവേശം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സാഹിത്യം എഴുതുന്നത്. അതുകൊണ്ട് എന്താണ് അവർക്ക് കലാക്കേലെ കലാക്കാ നഹി, അത് ജീവൻ കി ജിജീവിഷയാണെന്നാണ് കമൽ ഭാരതി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. കമൽ ഭാരതി വിശ്വസിക്കുന്നത് അങ്ങനെ അനുഭവിച്ച ഒരാൾക്കേ എന്തെഴുതാൻ പറ്റുള്ളൂ, ഒരു ദളിത സാഹിത്യം എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് കമൽ ഭാരതി ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. ഒരുപാട് ഗൈർ ദളിത് ലേഖകർ ഉണ്ട്. അതായത് ജന്മം കൊണ്ട് അവർ ഒരുപക്ഷെ ദളിത ജാതിയല്ല, പക്ഷെ അവരെഴുതുന്നതൊക്കെ മേ ബി അത് ഇമാജിനേഷൻ ആയിരിക്കും അല്ലെ, അവർക്ക് അത് കൽപ്പനയിൽ നിന്ന് വന്നതായിരിക്കും. അതൊരു പരിധിവരെ കലയുമാകാം, കാരണം അവർ അനുഭവിച്ചിട്ടില്ല. ബാക്കി കുറെയൊക്കെ അവരുടെ ഇമാജിനേഷൻ ആവാം, പലയിടത്തു നിന്ന് കേട്ട് കിട്ടിയ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പൊ കമൽ ഭാരതി അവരെ ഒന്നും ദളിത സാഹിത്യകാരായി കാണുന്നില്ല. പക്ഷെ അതിനെ മറ്റൊരു പക്ഷം കൂടി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ ഒരുപാട് കലാകാരുണ്ട്, അവർ ദളിതരൊന്നും അല്ല. സാഹിത്യകാരുണ്ട്, അവർ ദളിതരൊന്നും അല്ല. പക്ഷേ എങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല ദളിതരുടെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദളിത് വിമർശില് എന്താണ് മീൽ കെ പത്തർ എന്ന് പറയില്ലേ, നാഴികക്കല്ലാകുന്ന രചനകൾ എഴുതാൻ പറ്റിയ ചരിത്രവും ഹിന്ദി സാഹിത്യത്തിൽ തന്നെ ഉണ്ട്, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, दलित साहित्यकारों का मानना है कि एक दलित साहित्यकार ही अपने जीवनानुभवों को लेकर दलित साहित्य लिख सकता है. ഇപ്പൊ പറഞ്ഞ പോലെ അവന്റെ ജീവനാനുഭവങ്ങൾ എടുത്ത് ഒരു ദളിതന് മാത്രമേ ദളിത് സാഹിത്യം എഴുതാൻ സാധിക്കുകയുള്ളൂ. ദളിത് സാഹിത്യ दलितों को हृदयहीन ब्राह्मणवादी वर्ण व्यवस्था के भेदभाव की मुक्ति दिलाने के लिए लिखा जाता है. അതായത് ദളിതരുടെ ബ്രാഹ്മണവാദി ഹൃദയഹീനരായിട്ടുള്ള ബ്രാഹ്മണവാദി വ്യവസ്ഥയ്ക്കെതിരെ ഓരോ ദളിതനും എഴുതുന്ന ആക്രോശ दलित विमर्श എന്ന് പറയുന്നത്. दलितों को आज भी गैर दलित की सहानुभूति एवं करुणा में बहुत कम विश्वास है. ദളിതൻ ഇന്നും എന്താണ്, ദളിത് ജാതിയിൽപ്പെട്ട ഒരു സാഹിത്യകാരൻ ഇന്നും ഒരു ഗൈർ ദളിത് ലേഖകനെ അംഗീകരിക്കാൻ കുറച്ച് മടിയാണ്. കാരണം ഞങ്ങൾ അനുഭവിച്ചത്ര അവർ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നും എന്താണ് ഒരു ഗൈർ ദളിതകാരനെ അംഗീകരിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അത് തീർച്ചയായും അത് സ്വാഭാവികം മാത്രമാണ്. കാരണം അവരനുഭവിച്ച കാര്യങ്ങൾ എഴുതുമ്പോഴേക്കും ഒരു ഗൈർ ദളിത് ആയിട്ടുള്ള ഒരു വ്യക്തി എഴുതുന്നതിനെ അതിൽ അവരുടെ വിശ്വാസം വളരെ കുറവാണ്. അതില് डॉक्टर धर्मवीर के अनुसार दलित साहित्य वो है जिसे दलित लेखक लिख सकता है. ദളിത് ലേഖകന് മാത്രം എഴുതാൻ പറ്റുന്ന സാഹിത്യമാണ് ദളിത് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഡോക്ടർ ധർമ്മവീർ എന്തിന്റെ പരിഭാഷ കൊടുത്തിരിക്കുന്നു, ദളിത് സാഹിത്യത്തിന്റെ പരിഭാഷ കൊടുത്തിരിക്കുന്നു. डॉक्टर प्रेम शंकर, दलित साहित्य दलितों द्वारा दलितों की भाषा में लिखा गया जीवंत साहित्य है, जो अपने सच्चे अनुभवों से सोए हुए साथियों को जगाकर उसकी गरिमा, गौरव, अस्मिता, आत्माभिमान तथा अस्तित्व के प्रति विश्वास करने का साहित्य है. മറ്റൊരു നല്ലൊരു ഡെഫിനിഷനാണ് പ്രേം ശങ്കറിന്റെ. അതായത് ദളിതര് സ്വയം എഴുതുന്ന ദളിത് ഭാഷയിൽ എഴുതുന്ന സാഹിത്യമാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. ജീവന്ത സാഹിത്യം, അതിനെല്ലാം ഒരു ജീവനുള്ളൂ. സ്വയം എഴുതുന്ന, സ്വയം അനുഭവിച്ച കാര്യങ്ങൾ എഴുതുമ്പോഴാണ് അത് ജീവസുറ്റതായി മാറുന്നത്. ഒപ്പം ജോ അപ്പനെ സച്ച അനുഭവം സേ, തൻ്റെ യഥാർത്ഥ അനുഭവങ്ങൾ കൊണ്ട് തൻ്റെ സോയേ ഹുയേ സാത്യവും, അതായത് ഉറങ്ങിക്കിടക്കുന്ന സുഹൃത്തുക്കൾ, മീൻസ് അവരെന്ത് ചെയ്യുന്നു, അവരുടെ വരുന്ന ചൂഷണങ്ങളൊക്കെ മിണ്ടാതെ സഹിക്കുന്ന തൻ്റെ വിഭാഗത്തിലെ തന്നെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ അവരെന്ത് ചെയ്യുന്നു, ഉണർത്തിക്കൊണ്ടുവന്ന് उसकी गरिमा, ഗൗരവ്, അസ്മിത, ആത്മാഭിമാൻ തഥാ അസ്തിത്വക്കെ പ്രതി, അവരുടെ അഭിമാനത്തെക്കുറിച്ചും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ആത്മാഭിമാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഉസ്മേം വിശ്വാസ് ദിലാനെ കാ സാഹിത്യ ഹേ ദളിത് സാഹിത്യ, അവർക്ക് വിശ്വാസം കൊടുക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, അവരെ ഉണർത്തിക്കൊണ്ട് വരിക. അവരുടെ എന്താണ്, അവർക്ക് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അതൊക്കെ മാറ്റി അവർക്കൊരു വിശ്വാസം കൊടുക്കുക എന്നതാണ് ദളിത് സാഹിത്യത്തിന്റെ ലക്ഷ്യമെന്ന് പ്രേം ശങ്കർ പറഞ്ഞിരിക്കുന്നു. ഓക്കെ,
ഓക്കെ, ദളിത് സാഹിത്യം എഴുതുന്നത് ദളിതന്മാർക്ക് വേണ്ടിയാണ് ഒരു പരിധിവരെ. എന്താണ് അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ ഒരു ബോധവൽക്കരണമാണ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ പലതും നടക്കും, സംഘടിച്ചാൽ പലതും നടക്കും എന്നുള്ള ഒരു പ്രേരണയാണ് ഓരോ ദളിത് സാഹിത്യം. ദളിത് സാഹിത്യക്ക് സാമാന്യ പ്രവർത്തിയാം പറഞ്ഞു. ദളിത് വിമർശില് ഒരുപാട് ദളിത് സാഹിത്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിധങ്ങളിലും എഴുതപ്പെടുന്നുണ്ട്. കവിത, നോവലൊക്കെ എഴുതപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദളിത് സാഹിത്യക്ക് സാമാന്യ പ്രവർത്തിയാം യഹാം ലിഖാ ഗയാ ഹെ മാനവതാ കി ഭാവന. ദളിത് സാഹിത്യത്തിൽ ഒരു മാനവതയുടെ അംശം തീർച്ചയായും ഉണ്ടാവും. ദളിതർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഓരോ ദളിത് സാഹിത്യവും എഴുതപ്പെടുന്നത്. അത് ഗൈർ ദളിത് ആയിക്കോട്ടെ, ദളിത് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഗൈർ ദളിത് എഴുതിയാലും ദളിത് എഴുതിയാലും അതൊക്കെ ദളിത് സാഹിത്യത്തിന്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് ആ ദളിത് സാഹിത്യം അങ്ങനെ ഒരു രണ്ടായിട്ട് തിരിവുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, ഗൈർ ദളിതും ദളിത് ലേഖക്കും. മൊത്തത്തിൽ ഇത് എഴുതുന്നതെല്ലാം ദളിത് സാഹിത്യം തന്നെയാണ്. അപ്പൊ ഏതൊരു ദളിത് സാഹിത്യം എടുത്താലും അത് സാഹിത്യത്തിന്റെ ഏത് വിധയാണെങ്കിലും അതിലെ ഒരു മാനവതയുടെ അംശം തീർച്ചയായും ഉണ്ട്. 2, വർണ്ണവ്യവസ്ഥക്ക വിരോധ്. ഓരോ ദളിത് സാഹിത്യത്തിലും എന്തുണ്ട്? ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള അവരുടെ വിദ്രോഹമുണ്ട്. മാനവാധികാർക്ക ആഗ്രഹം. മനുഷ്യനായി ജന്മം എടുത്തതല്ലേ, ജാതി മതം ആരൊക്കെയോ എന്താക്കി മാറുന്നു, അവരെ സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റുന്ന, അതിനെതിരെ തൻ്റെ അധികാരങ്ങൾക്ക് വേണ്ടി മാനവാധികാരം കിട്ടാനുള്ള ഒരു ആഗ്രഹമാണ്. അതാണ് ഓരോ സാഹിത്യവും. ഭേദഭാവപൂർണ്ണ വ്യവസ്ഥക്ക സമാപ്തി. അവസാനിക്കണം ഇതിന്റെ പേരിലുള്ള ഭേദഭാവ്, ജാതിയുടെ പേരിലുള്ള ഭേദഭാവ്, അല്ലെങ്കിൽ കാസ്റ്റിന്റെ പേരിലുള്ള ഭേദഭാവ് അവസാനിക്കണം. അതാണ് ദളിത് സാഹിത്യം ലക്ഷ്യം വെക്കുന്നത്. സ്വതന്ത്രതാക്കി കാമന. സ്വന്തമായി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനും, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാനും, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിത പരിസ്ഥിതികൾ, ചുറ്റുപാടുകൾ ഉണ്ടാക്കാനും ഒരു ദളിതന് എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം. മറ്റു മനുഷ്യന് കിട്ടുന്ന എല്ലാ സ്വാതന്ത്ര്യവും ആർക്ക് വേണം? ഓരോ ദളിതൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഓരോ മനുഷ്യനും വേണം സ്വതന്ത്രത. സാമാജിക് ബുറായിയോം കാ വിരോധ്. സമൂഹത്തിൽ അവർക്കെതിരെ നടക്കുന്ന അരുതായ്മ, കൊള്ളരുതായ്മ, അതിനൊക്കെ എതിരെയുള്ള വിരോധ്. ന്യായ്ക്ക് മാങ്ക്. ന്യായമാണ്. ഓരോ ദളിത് സാഹിത്യവും ചോദിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. കാരണം സവർണ ജാതികള് എന്താണ് ചെയ്തേക്കുന്നത്? ഒരിടത്തും എഴുതി വെക്കാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു വിഭാഗത്തിനെ എന്ത് ചെയ്യുന്നത്? സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. ആരും ചെയ്യാത്ത ജോലി, അതായത് സമൂഹത്തിലെ ഏറ്റവും ഗന്ധിയായിട്ടുള്ള ജോലി ചെയ്യുന്നത് ഇങ്ങനെ ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിലുള്ള ആളുകൾ ആ ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവര് എന്ത് ചെയ്യാൻ പാടില്ല? അവര് വിദ്യാഭ്യസിക്കാൻ പാടില്ല. അവര് വിദ്യാഭ്യസിച്ച് നല്ല ജോലി നേടാൻ പാടില്ല. അപ്പൊ ഈ ജോലി ആര് ചെയ്യും എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, അത് ദളിതന് നേരെയാണ് എപ്പോഴും വരുന്നത്. കാരണം ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ജാതി, നിങ്ങൾ ഈ ജോലി ചെയ്യാൻ തലമുറകളായിട്ട് ഈ ജോലി ചെയ്യേണ്ടി വരുന്നു. ന്യായ്ക്ക് മാങ്ക്. നീതിയാണ്, നീതിയുടെ ആവശ്യമാണ്, ന്യായമാണ് അവർ ചോദിക്കുന്നത്. ബാഹ്യാഡംബർക്ക വിരോധ്. സമൂഹത്തിലെ സവർണജാതികൾ ആഡംബരം കാണിക്കുന്ന സമയത്ത് ഇവിടെ ആഡംബരത്തിന് പോയിട്ട് ദളിതരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ പോലും ഒന്നും കിട്ടാതെ വരുന്ന ആ ഒരവസ്ഥ. ബാഹ്യാഡംബർക്കെ വിരോധ്. ഒരു കവിത പെട്ടെന്ന് ഓർത്തു പോവാണ്. അതായത് ഒരു ദളിത് റൈറ്റർ എഴുതിയ കവിതയാണ്. അതായത് അല്ലെങ്കിൽ മൂർത്തികളെ പൂജിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? തേനും പാലും ഒക്കെ, പാലഭിഷേകവും തേനഭിഷേകവും ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരിത്തിരി വെള്ളം കുടിക്കാൻ പറ്റാതെ പട്ടിണി കിടന്ന് ദളിതരുടെ മക്കൾ മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സവർണ ജാതിയിലുള്ള ആളുകളുടെ വീട്ടിലുള്ള ശ്വാൻ എന്ന് പറയുന്നത് നായ്ക്കുട്ടികൾക്കും മറ്റും ഭക്ഷണം കിട്ടുമ്പോഴും ദളിതരായിട്ടുള്ള ആളുകളുടെ മക്കള് ഒരു നേരത്തെ പോലും ഭക്ഷണം കിട്ടാതെ വിശന്ന് പെടഞ്ഞു മരിക്കുന്ന സംഭവങ്ങളൊക്കെ എത്രയോ നമ്മൾ കേൾക്കുന്നു. അപ്പം ഓരോ ദളിത് സാഹിത്യത്തിലും ബാഹ്യാഡംബർക്ക വിരോധം, സവർണ ജാതികൾ കാണിക്കുന്ന ആഡംബരത്തിനെതിരെ എന്ത് ചെയ്യുവാണ്? വിദ്രോഹ് പ്രകടിപ്പിക്കുന്നുണ്ട്. ആത്മപീഡ ഏവം ആക്രോഷ്. സ്വയം അനുഭവിക്കുന്ന പീഡനങ്ങളോട്, ആത്മപീഡ, അവരുടെ മനസ്സിൽ അതിൽ നിന്നുണ്ടാകുന്ന സ്വയം അവരനുഭവിക്കുന്ന വേദനകളാണ് ഓരോ ദളിത് സാഹിത്യവും. പീഡകോം കോ ഫട്കാർന. അവരെ പീഡിപ്പിക്കുന്നവർക്കെതിരെ അവരെന്ത് ചെയ്യുന്നുണ്ട്?
ശക്തമായ ഓരോ ദളിത് സാഹിത്യത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഓർ അംബേദ്കർ സെ ഊർജ ഗ്രഹൺ കർണ, അതായത് അംബേദ്കർ ഇനി പിന്നീടുള്ള പോർഷനുകളിൽ അംബേദ്കറും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അംബേദ്കറിന്റെ ദർശൻ സ്വീകരിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ദളിത് സാഹിത്യത്തിലുണ്ട്. ഓർ ക്രാന്തി കി ചേതന, വിപ്ലവം തന്നെയാണ്, വലിയൊരു മാറ്റം ഇനിയും ഒരുപാട് മാറ്റം സംഭവിച്ചു. ഇന്ന് ദളിതരുടെ സ്ഥിതിയിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു, ഇനിയും മാറാനുണ്ട്. ക്രാന്തി, വിപ്ലവം തന്നെയാണ് ഓരോ ദളിത് സാഹിത്യത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ബൗദ്ധധർമ്മ കാ ഝുക്കാവ്, അതായത് ബൗദ്ധധർമ്മം എന്താണ്, സമതയാണ് ബൗദ്ധധർമ്മിന്റെ ലക്ഷ്യം. അതിലേക്കുള്ള ഒരു ആ ബൗദ്ധധർമ്മത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ദളിത് സാഹിത്യം സ്വീകരിക്കുന്നുണ്ട്. സാമ്പ്രദായികത വിരോധ്, മതപരമായിട്ടുള്ള സംഘർഷങ്ങൾ, അതിനൊക്കെ അവരെതിരാണ്. ഭാഗ്യവാദ വിരോധ്, ഭാഗ്യവാദം എന്ന് പറയില്ലേ, എന്റെ തലവിധി ഇങ്ങനെയാണെന്ന് ആണ് ഒരു പരിധി വരെ എല്ലാ ദളിതരും വിശ്വസിക്കുന്നത്. തന്റെ ഭാഗ്യത്തിനെ, തന്റെ നിയതിയെ, തന്റെ ഫേറ്റിനെ കുറ്റം പറഞ്ഞിരിക്കും. എന്റെ വിധിയാണിത് എന്ന് പറയുന്ന അതിനെതിരെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്, 2 കരങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. നമ്മൾ ഭാഗ്യത്തിനെ പറഞ്ഞു ഭാഗ്യവാദികളായിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മ എന്ത് ചെയ്യുന്നോ അത് എന്ത് ചെയ്യണം, നമ്മൾ എന്തും ചെയ്താൽ മാത്രമേ അതിനെന്തുണ്ടാവുള്ളൂ, ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭാഗ്യത്തിനെ പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. അപ്പൊ അങ്ങനെയാണ് ഓരോ ദളിത് സാഹിത്യത്തിലും ഓരോ ദളിതരോടും പറയുന്നുണ്ട്, എന്ത് ചെയ്യരുത്, ഇത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞിരിക്കാതെ അതിൽ നിന്ന് പുറത്ത് വന്ന് എന്ത് ചെയ്യണം, സംഘർഷം നടത്തണം. ഒരു പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടില്ലായിരിക്കും, നമ്മൾക്ക് നേട്ടം ഉണ്ടാവില്ലായിരിക്കും, നമുക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. പക്ഷേ ഇനി വരുന്ന നമ്മുടെ തലമുറകളെങ്കിലും എന്ത് ചെയ്യട്ടെ, ഒരു മനുഷ്യ ജന്മം എന്ന രീതിയിൽ പരിഗണിച്ച് അവരെല്ലാ സ്വാതന്ത്ര്യവും സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കട്ടെ എന്നതാണ് ഓരോ ദളിത് സാഹിത്യത്തിലും പരാമർശിക്കപ്പെടുന്നത്. മൂർത്തി പൂജാക്ക വിരോധം, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സവർണ ജാതി അങ്ങനെയുള്ള ആളുകൾ മൂർത്തി പൂജ ഒക്കെ നടത്തുന്നു, ആഡംബരങ്ങൾ കാണിക്കുന്നു, അതിനൊക്കെ എതിരാണ്. सामंतवाद के विरोध वही है और स्मृति ग्रंथों का विरोध. അഭിധാപ്രധാൻ ഭാഷ എന്ന് പറയുന്നത് ദളിത് സാഹിത്യം അഭിധാപ്രധാൻ എന്നാണ്. അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ദളിത് കവിതകൾ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിക്കോ, കാണാൻ പറ്റും. അവിടെ അലങ്കാരങ്ങളോ ഉപമകളോ ഉൽപ്രേക്ഷയുടെയോ ഒന്നും ആവശ്യമില്ല, ചന്തോ ഒന്നും വേണ്ട. അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, മനസ്സിലാക്കാൻ എളുപ്പമാണത്. ദളിത് കവിതയോ ദളിത് എന്ത് എടുത്തു നോക്കിയാലും അങ്ങനെ. പ്രത്യേകിച്ച് കവിതകൾ ഞാൻ പറയട്ടെ, സാധാരണ ചില കവിതകളൊക്കെ വായിച്ചു നോക്കുമ്പോഴേക്കും 1 വായിച്ച് 2 വായിച്ച് അതിന്റെ അർത്ഥതലങ്ങൾ പലതായിരിക്കും. പക്ഷെ ദളിത് കവിത എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിധാപ്രധാൻ ഹെ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് അതിന്റെ ശൈലി എന്ന് പറയുന്നത്. ജോ ലിഖാ ഹുവാ ഹെ വഹി ഹെ, എഴുതി വെച്ചിരിക്കുന്നോ അത് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ആർക്കും അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആ ദളിതിന്റെ പൾസ് മനസ്സിലാക്കാൻ, ആ റൈറ്റർ ഉദ്ദേശിച്ചത് എന്തോ അത് മനസ്സിലാക്കാൻ ആ ഭാഷ ശൈലി പര്യാപ്തമായിരിക്കും. അവിടെ അഭിധാപ്രധാൻ എന്ന് പറയുന്നത് അതാണ്. ലക്ഷണമോ ലാക്ഷണിക പ്രയോഗങ്ങളോ വ്യംഗ്യപ്രയോഗങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. പാരമ്പരിക് സൗന്ദര്യ ശാസ്ത്ര വിരോധ, അതായത് പാരമ്പരിക് സൗന്ദര്യ ശാസ്ത്രമുണ്ട്, എസ്തെറ്റിക്സിന് തന്നെ എതിരാണ്. അവര് ജീവിതത്തിൽ അനുഭവിച്ച യഥാർത്ഥ കാര്യങ്ങളാണ് അവർ സാഹിത്യത്തിൽ പകർത്തുന്നത്. അവിടെ സൗന്ദര്യശാസ്ത്രം എസ്തെറ്റിക്സിനൊക്കെ കംപ്ലീറ്റ് എതിരായിട്ടുള്ളതാണ് ദളിത് സാഹിത്യം. അഗല ഹെ ദളിത് ആന്തോളൻ ഓർ പ്രമുഖ നേതൃത്വ. ദളിത് ആന്തോളന് വേണ്ടി അല്ലെങ്കിൽ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാൻ വ്യക്തികളെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചുമാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ദളിത് സാഹിത്യ बुद्ध का दर्शन ज्योतिबा फूले और अंबेडकर के जीवन संघर्ष के वैचारिक आधार में छिपा हुआ है. अंबेडकर के धर्मांतरण से दलित समाज की मानसिकता में क्रांतिकारी परिवर्तन हुआ है. उससे दलित मुक्ति के संघर्ष के लिए नया आयाम पैदा हुआ. बौद्ध धर्म समानता पर बल देता है, जाति व्यवस्था पर नहीं. जाति व्यवस्था को दूर करते हुए दलित मुक्ति के लिए हमेशा प्रयत्नरत नेताओं की चर्चा यहाँ प्रस्तुत है. അതായത് ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാൻ
നേതാക്കളാണ്, ഒരുപാട് പേരുണ്ട്. അതിൽ 2 പേര് ആണ് മഹാത്മാ ജ്യോതിബ ഫൂലെ, ഡോക്ടർ BR അംബേദ്കർ. 2 പേരുടെയും കോൺട്രിബ്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്പം ദളിത് ആന്തോളനിലെ അല്ലെങ്കിൽ ദളിത് ആന്തോളനിലെ ഏറ്റവും മഹത്വമായ ഒരു സ്ഥാനം വഹിച്ച ദാർശനിക് പക്ഷം എന്ന് പറയുന്നത് ബൗദ്ധധർമ്മിന്റെയാണ്. ബൗദ്ധധർമ്മിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ദളിത് ആന്തോളനെ പ്രേരണയായിട്ട്, അതായത് അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ദളിത് ആന്തോളനിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ദളിത് ആന്തോളൻ എന്ന് പറയുന്നത് സമതാക്ക പക്ഷധർ ഹെ, ഈക്വാലിറ്റിയുടെ പക്ഷമാണ് ബൗദ്ധധർമ്മൻ പറയുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ഒക്കെ എന്ത് ചെയ്തത്, ബൗദ്ധധർമ്മം സ്വീകരിച്ച് മാതൃകയായത്. അപ്പോൾ ദളിത് ആന്തോളനിലെ മുഖ്യമായ 3 മുദ്ദे പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് മഹാത്മാ ജ്യോതിബ ഫൂലെ കാ യോഗ്ദാൻ और डॉक्टर BR अम्बेडकर का योगदान और साथ ही साथ ബൗദ്ധ ദർശൻ കാ പ്രഭാവ്. ഈ 3 മുദ്ദകളാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജ്യോതിബ ഫൂലെ, മഹാത്മാ ജ്യോതിബ ഫൂലെ എന്ന് ആണ് പൂർണ്ണമായ പേര്. ഉൻകാ ജന്മ മാലി ജാതി മേ പൂനെ മേ ഹുവാ താ. പൂനെയില് മാലി ജാതിയില്, നമ്മൾ എന്താണ് താഴത്തെ വിഭാഗം എന്ന് കരുതപ്പെടുന്ന മാലി ജാതിയിലാണ് മഹാത്മാ ജ്യോതിബ ഫൂലെ ജനിക്കുന്നത്. ഭാരതീയ സാമാജിക് കാര്യകർത്ത, ചിന്തക്, ദളിത് ഉന്നായക് और लेखक के रूप में फूले मशहूर है. മഹാത്മാ ജ്യോതിബ ഫൂലെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലും, ഒരു ചിന്തക് എന്ന നിലയിലും, ദളിത് ഉന്നായക് എന്ന നിലയിലും, ഒപ്പം ഒരു ലേഖക് എന്ന നിലയിലും, റൈറ്റർ എന്ന നിലയിലും ഫേമസ് ആണ്. अस्पृश्यत एवं जाति व्यवस्था के खिलाफ वे आजीवन लड़ते रहे. അസ്പൃശ്യത, അൺടച്ചബിലിറ്റിക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ തന്റെ മരണം വരെ അദ്ദേഹം പോരാടിയിരുന്നു. സ്ത്രീ മുക്തി കാ ഉദ്ദേശം ഉനके കാര്യം के पीछे रहा. അതായത് സ്ത്രീ മുക്തി അല്ലെങ്കിൽ സ്ത്രീകളുടെ മുക്തി അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്കൊരു മോചനവും കൂടി ഒപ്പം ആരുടെ, മഹാത്മാ ജ്യോതിബ ഫൂലെയുടെ ലക്ഷ്യമായിരുന്നു. ദളിത് और സ്ത്രീ दोनों को उन्होंने केंद्र में रखकर अपनी कार्य संभाला. सन 1873 में उन्होंने सत्यशोधक समाज की स्थापना की. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ് സത്യശോധക് സമാജ്. മഹാത്മാ ജ്യോതിബ ഫൂലെ സ്ത്രീകളുടെയും ദളിതരുടെയും ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സത്യശോധക് സമാജ് 1873. अपनी पत्नी സാവിത്രിബായി ഫൂലെ के साथ സ്ത്രീ ശിക്ഷ का कार्य करते रहे. അതായത് തന്റെ ഭാര്യ സാവിത്രിബായി ഫൂലെയോട് കൂടി ആണ് എന്ത് ചെയ്ത് സ്ത്രീകളുടെ പരിവർത്തനത്തിന് വേണ്ടി, അവരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. ഒപ്പം തന്റെ ഭാര്യയെയും കൂടെ കൂട്ടിയിരുന്നു ആ പ്രവർത്തനങ്ങൾക്ക്. സാവിത്രിബായി ഫൂലെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതായത് ജ്യോതിബ ഫൂലെ ആദ്യമേ തന്നെ തന്റെ ഭാര്യയെ എന്ത് ചെയ്തു, വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത തന്റെ ഭാര്യയെ എന്ത് ചെയ്തു, ഒരു ഇത്തിരി പ്രായമായെങ്കിലും അവരെന്ത് ചെയ്തു, വിദ്യ, അതായത് പഠിപ്പിക്കാൻ വിട്ടു. അവർ പഠിച്ചു, വിദ്യ നേടി, അവരെന്ത് ചെയ്തു, ദളിത് സമൂഹത്തിന് തന്നെ, ദളിത് സ്ത്രീ സമൂഹത്തിന് തന്നെ മാതൃകയായി. അവർ പഠിച്ചത് അവരെന്ത് ചെയ്തു, പിന്നീട് അവർ ശിക്ഷകായി മാറി, അവർ അധ്യാപികയായി മാറി. അതായത് തനിക്ക് കിട്ടിയ അറിവ് അവരെന്ത് ചെയ്തു, മറ്റു കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ സ്ത്രീകളുടെ പരിവർത്തനത്തിന് വേണ്ടി, അവരുടെ വികസനത്തിന് വേണ്ടി, അവർക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി ജ്യോതിബ ഫൂലെയോടൊപ്പം തന്നെ സാവിത്രിബായി ഫൂലെയും എന്ത് ചെയ്തിട്ടുണ്ട്, കട്ടക്ക് നിന്നുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഉള്ളത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. और उन्होंने ही सर्वप्रथम लड़कियों के लिए एक स्कूल पुणे में खोला था. ഏറ്റവും ആദ്യം പൂനെയിൽ, തൻ്റെ ജന്മദേശത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു, ലടുക്കികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് ജ്യോതിബ ഫൂലെയാണ്. തൃതീയ രത്ന, ഗുലാംഗിരി, സാർവജനിക് സത്യധർമ്മ പുസ്തക് ആദി ഉനकी ചർച്ചിക് കൃതിയാം ഹെ. അതായത് മഹാത്മാ ജ്യോതിബ ഫൂലെ നമ്മൾ പറഞ്ഞു പരിഷ്കർത്താവാണ്, ഒപ്പം നല്ലൊരു റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ രചനകളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഓർത്തിരിക്കേണ്ടതുമാണ്, അതിലേറ്റവും ഓർത്തിരിക്കേണ്ടത് ഗുലാംഗിരിയാണ്. ഓക്കെ, അതിൽ ദളിതരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് എഴുതിയ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു രചനയാണ് ഗുലാംഗിരി.
അകല അംബേദ്കർ, ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ്. നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക ഡോക്ടർ ബി ആർ അംബേദ്കറിനെ നമ്മുടെ സംവിധാൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി എന്നാണ്, ഭരണഘടനയുടെ ശില്പി എന്ന നിലയിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു പേര് തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അംബേദ്കർ का जन्म मध्य प्रदेश में इंदौर के निकट महू कस्बे में हुआ. അവിടെ മധ്യപ്രദേശിലാണ് അംബേദ്കർ ജനിക്കുന്നത്. സാമാജിക് അസമാനതയ്ക്ക് ഖിലാഫ് വേ ആജീവൻ ലഡ്ത്തെ രഹെ. സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ ഇനീക്വാളിറ്റീസിനെതിരെ അദ്ദേഹം അവസാനം വരെ, ആജീവൻ, തന്റെ മരണം വരെ പ്രയത്നിച്ചിരുന്നു. वे सशक्त दलित उन्नायक एवं विधिवेता राजनीतिक सामाजिक कार्यकर्ता रहे. അതായത് അംബേദ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു ദളിത് നേതാവ് അല്ലെങ്കിൽ ദളിതരുടെ ഉന്നായക്, ദളിതരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന് മാത്രയുമല്ല, പൂരേ ഭാരതയ്ക്ക്, കംപ്ലീറ്റ് നമ്മുടെ ഇന്ത്യയുടെ രാജനീതി, സാമാജിക്, നമ്മുടെ പൊളിറ്റിക്സ്, നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പല കാര്യങ്ങളുടെയും വലിയൊരു പരിഷ്കർത്താവ് എന്ന നിലയിൽ കൂടി ആര് ഫേമസ് ആണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഒരു ദളിത് ഉന്നായക് എന്ന ഒരു ഐഡന്റിറ്റി മാത്രമല്ല ആർക്കുള്ളത്, ഡോക്ടർ ബി ആർ അംബേദ്കറിനുള്ളത്. അതിനും വലിയ സ്ഥാനത്തേക്കാണ് ആര് പോയത്? ഡോക്ടർ ബി ആർ അംബേദ്കറിന് സ്ഥാനം ലഭിച്ചത്. അല്ലെങ്കിൽ അത്രയും മഹത്വമായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കാൻ ആർക്ക് സാധിച്ചു? ബി ആർ അംബേദ്കറിന് സാധിച്ചു. ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ടും എന്ത് ചെയ്തിരുന്നു? ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം സ്ഥിരം അല്ലെങ്കിൽ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. സ്ത്രീ അധികാർ के लिए वे समर्थन करते रहे. സ്ത്രീ അധികാർ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു. स्वतंत्र भारत के प्रथम कानून एवं न्याय मंत्री, भारतीय संविधान की शिल्पी के रूप में वे मशहूर है. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ കാനൂൻ മന്ത്രി എന്നും ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും അറിയപ്പെടുന്നു. 1956 में उन्होंने बौद्ध धर्म अपनाया. 1956 അദ്ദേഹം സ്വയം ബൗദ്ധധർമ്മം സ്വീകരിച്ചു. അംബേദ്കർ का मानना है कि छुआछूत गुलामी से भी बदतर है. അംബേദ്കർ വിശ്വസിച്ചിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുവാച്ചുത്ത് എന്ന് പറയുന്നത്, ഐത്തം എന്ന് പറയുന്നത്, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്, ഗുലാമി സേബി, ഗുലാമി തു സേബി ബദത്തർ ഹെ, അടിമത്തം അല്ലെങ്കിൽ സ്ലേവറി, അതിനേലും മോശവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു കാര്യമാണ് തൊട്ടുകൂടായ്മ, ഐത്തം, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ സമൂഹത്തിൽ നിന്ന് മാറേണ്ടത്. ഗുലാമിത്വം, സ്ലേവറി, അടിമത്തമാണെങ്കിൽ അത് ശാരീരികമായി നമ്മൾ ഉപദ്രവിക്കുന്നതാണ്. പക്ഷേ ചുവാച്ചുത്ത് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി, അത് ശാരീരികവും അതിനപ്പുറവും മാനസികവുമായി നേരിടുന്ന ഒരു പീഡനം തന്നെയാണ് ഈ ചുവാച്ചുത്ത്, തൊട്ടുകൂടായ്മ, ഐത്തം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അദ്ദേഹം അത് മനസ്സിലാക്കിയിരുന്നു. അടിമത്തം സഹിക്കാം, പക്ഷേ അതിലും കഷ്ടം, ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ചുവാച്ചുത്ത് എന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു. उन्होंने മുംബൈ സേ മൂകനായക് സാപ്താഹിക് കാ പ്രകാശൻ കിയ. ഇതും ഓർത്തു വെക്കേണ്ട പേരാണ്. അദ്ദേഹം എവിടെ നിന്നാണ് മൂകനായക് ഇറക്കിയതും ഏത് വർഷമാണെന്നും അത് എങ്ങനെയുള്ള ഒരു എങ്ങനെയുള്ള ഒരു പത്രമാണ്, അതൊരു സപ്താഹിക്കാണ്, മീൻസ് വീക്കിലിയാണ്. അതൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നാം ജോ ഹെ മൂകനായക്. മൂകനായക് എന്ന് പറഞ്ഞ ഒരു പത്രിക ഇറക്കിയിരുന്നു ദളിതർക്ക് വേണ്ടി മാത്രം. മൂകനായക് കാരണം ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ദളിതരുടെ ഇഷ്യൂസ് പറയുന്ന ഒരു പത്രികയാണെന്നുള്ളതാണ്. शिक्षा और सामाजिक आर्थिक सुधार के लिए ബഹിഷ്കൃത ഹിതകാരിണി സഭയ്ക്ക് സ്ഥാപനക്കി. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? വിദ്യാഭ്യാസം, സാമൂഹികം, ആർത്തിക് മീൻസ് ആർത്തിക് മാനെ സാമ്പത്തികവുമായിട്ടുള്ള ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ബഹിഷ്കൃത ഹിതകാരിണി സഭയ്ക്ക് സ്ഥാപനാക്കി. അവഗണിക്കപ്പെട്ട ബഹിഷ്കൃത ഹിതകാരിണി സഭ, അങ്ങനെ ഒരു സഭ സ്ഥാപിച്ചു ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി. ദളിത് അധികാരവും കി രക്ഷാ കെ ലിയെ ഉन्होंने 5 പത്രികയിലെ ഇപ്പൊ മൂകനായക്കാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതിൽ കൂടാതെ ഒരുപാട് പത്രികകൾ ആർക്ക് വേണ്ടി മാത്രം? ദളിതരുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ദളിതരെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് പത്രികകൾ ആരിറക്കിയിരുന്നു? അംബേദ്കർ ഇറക്കിയിരുന്നു.
1931 में गोलमेज सम्मेलन में अछूतों को पृथक निर्वाचन देने के मुद्दे पर गांधी जी से तीखी बहस होते हैं. ഗാന്ധിജി उसके വിരോധി രഹെ. അതായത് 1931 നടന്ന വട്ടമേശ സമ്മേളനത്തില് അച്ചൂത്ത് മീൻസ് സമൂഹത്തിൽ അസ്പൃശ്യ ജാതി എന്ന് കരുതപ്പെടുന്ന ഇങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി പ്രത്യേകം നിർവാചിക വേണം, പ്രത്യേകം നിയമങ്ങളും അധികാരങ്ങളും സംവരണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന പ്രത്യേകം ഒരു നിർവാചിക വേണമെന്ന് ആരാവശ്യപ്പെട്ടു? ആ ഒരു വട്ടമേശ സമ്മേളനത്തിന് ഡോക്ടർ BR അംബേദ്കർ ശക്തമായി വാദിച്ചു. അതിനെ ശക്തമായി തന്നെ ഗാന്ധിജി എതിർക്കുകയാണ് ചെയ്തത്. ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. സമൂഹത്തിൽ അച്ചൂത്ത് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടി പ്രത്യേകം ഒരു നിർവാചിക, പ്രത്യേകം ഒരു കോളം ഏർപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രത്യേകം നിയമങ്ങളും അവർക്ക് വേണ്ടിയുള്ള എല്ലാം അങ്ങനെ ഒരു സെക്ഷനായി അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എവിടെ സമത? നമ്മളുടെ ലക്ഷ്യം എല്ലാവരും സമത മീൻസ് ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോഴേക്കും അതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു എന്ത് വേണ്ട എന്ന്. അങ്ങനെ അച്ചൂത്ത് ജാതികൾക്ക് വേണ്ടി, അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഒന്നും വേണ്ട എന്ന് ഗാന്ധിജി അംബേദ്കറിനെ എതിർത്തു. അവർ തമ്മിലൊരു തർക്കമുണ്ടായി. അപ്പോഴും അംബേദ്കർ ഉറച്ചു നിന്നിരുന്നു. എന്തിനു വേണ്ടി? അച്ചൂത്ത് ജാതികൾക്ക് വേണ്ടി, അച്ചൂത്ത് ജാതിക്ക് വേണ്ടി ഒരു നിർവാചിക വേണം. കാരണം അല്ലെങ്കിൽ ഇവരുടെ സ്ഥിതിയിൽ ഈ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് അംബേദ്കറിന് മുന്നേ അറിയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സിറ്റുവേഷൻ പോകും. നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ആർക്ക് ലഭിക്കും? സവർണ ജാതികൾക്ക് ലഭിക്കും. അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അധികാരവും അവകാശങ്ങളും ആർക്ക് ലഭിക്കും? സവർണ ജാതികൾക്കും ഉന്നത ജാതികൾക്കും എല്ലാവർക്കും ലഭിക്കും. പക്ഷെ അപ്പോഴും അതൊന്നും ദളിതരിലേക്ക് എത്തില്ല എന്ന് ആർക്കറിയായിരുന്നു? അംബേദ്കറിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അംബേദ്കർ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രത്യേക ഒരു പാക്ട് മീൻസ് പ്രത്യേകം ഒരു സെക്ഷൻ നിർവാചിക വേണമെന്ന് ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കുകയും ഉണ്ടായിരുന്നു. അത് അംബേദ്കറിന്റെ ഒരു ദീർഘവീക്ഷണം തന്നെയായിരുന്നു. അതാണ് പിന്നീട് പൂനെ പാക്ട് എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണത്. धर्म और जाति के आधार पर നിർവാചിക ദേന ഹിന്ദു സമാജ് കോ വിഭക്ത് കർണ ഹെ. അപ്പൊ ഗാന്ധിജി പറഞ്ഞു അതെന്താണ്, അങ്ങനെ ഒരു വിഭാഗമായി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സമൂഹത്തിനെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനെ തന്നെ രണ്ടായി മുറിക്കുന്ന പോലെയാകും. ഓക്കെ, അപ്പൊ അതിന്റെ ആവശ്യമില്ലെന്ന് ഗാന്ധിജി പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? അവസാനം അങ്ങനെ അവർക്ക് വേണ്ടി ഒരു നിർവാചിക കൊടുക്കാൻ ഗാന്ധിജിക്ക് സമ്മതിക്കേണ്ടി വന്നു. കാരണം അത്രയും ശക്തമായാണ് ആര് സമ്മർദ്ദം ചെലുത്തിയത്? ഡോക്ടർ BR അംബേദ്കർ. अम्बेडकर ने 32 किताबें लिखी. शिक्षित हो जावो, संगठित हो जावो और संघर्ष करो उनका नारा रहा है. അതായത് അദ്ദേഹം ഒരു സാഹിത്യകാരൻ, ലേഖക കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ശിക്ഷ നേടുക, സംഘടിക്കുക, സംഘർഷം ചെയ്യുക. മീൻസ് സംഘർഷിക്കുക, വിദ്രോഹം ചെയ്യുക എന്ന് പറയുന്നത്. പോരാടുക, അതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ഗൗതം ബുദ്ധ കാ പ്രഭാവ് ഉൻ പർ ഹെ. ഗൗതം ബുദ്ധ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് അദ്ദേഹം ബുദ്ധധർമ്മം ഒക്കെ സ്വീകരിക്കുന്നത്. വർണ്ണവ്യവസ്ഥ की समाप्ति, दलित जाति की मुक्ति, अस्पृश्यता एवं शिक्षा से मुक्ति उनका उद्देश्य रहा. അദ്ദേഹം വർണ്ണവ്യവസ്ഥയെ അവസാനിപ്പിക്കുക, ദളിതർക്ക് മുക്തി കിട്ടുക, ഒപ്പം അസ്പൃശ്യത അവസാനിപ്പിക്കുക, ശിക്ഷയ്ക്ക് പ്രോത്സാഹനം കിട്ടുക, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമായ ലക്ഷ്യം. शिक्षा की अस्पृश्यता से मुक्ति और शिक्षा के क्षेत्र में स्वतंत्रता, वही उनका प्रमुख या उनका उद्देश्य रहा. अगला गांधी का दलित चिंतन. നമ്മൾ എന്താണ് ഇപ്പൊ ഇത്ര നേരം നോക്കി വന്നത്? മഹാൻ നേതൃത്വത്തെ കുറിച്ച് നോക്കി. ആരെ കുറിച്ച്? മഹാത്മാ ജ്യോതിബ ഫൂലെ, ദെൻ അംബേദ്കർ. ഇനി ഗാന്ധിജി ഇപ്പൊ നമ്മ ഇടക്ക് ആരെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും, അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഗാന്ധിജി ചെറുതായിട്ട് നമ്മളൊന്ന് ആ ഗാന്ധിജിയുടെ ഒരു ഇതിലേക്ക് വന്നു. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഗാന്ധിജി ദളിത് ചിന്തൻ. ഗാന്ധിജി ദളിത് ചിന്തന എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം നമുക്ക് അടുത്തതായിട്ട്. ഓക്കെ, ഗാന്ധിജി 1950 में अफ्रीका से भारत लौटे और 1920 के आसपास അംബേദ്കർ भी राजनीति में सक्रिय हुए. ആ ഒരു സമയമാണ്, ആ ഒരു പീരീഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് എത്തുന്നത് 1915. 1920 ആകുമ്പോഴേക്കും അംബേദ്കർ ഏതാണ്ട് നമ്മുടെ പൊളിറ്റിക്സിൽ, രാജനീതിയിൽ സക്രിയായി തുടങ്ങി, മീൻസ് ആക്റ്റീവായി തുടങ്ങി. ആ ഒരു സമയം രണ്ടുപേരും
15 ഗാന്ധിജി എത്തുന്നു. 20 പൊളിറ്റിക്സിൽ കൂടുതൽ ആര് സ്ട്രോങ് ആയി മാറുന്നു? अंबेडकर. गांधी जी अंग्रेजी से भारत को स्वतंत्र कराना चाहते थे. तो अंबेडकर आजादी के साथ ही दलित मुक्ति के भी पक्षधर थे. ഗാന്ധിജി എന്താണ്? ഗാന്ധിജിയുടെ ഒരേ ഒരു ലക്ഷ്യം എന്ത് മാത്രമായിരുന്നു? എങ്ങനെയെങ്കിലും അംഗ്രേസിയെ ഭാരതത്തിൽ നിന്ന് മാറ്റുക, ഭാരതത്തിനെ അംഗ്രേസി മുക്തമാക്കുക, അംഗ്രേസി ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒഴിവാക്കി സ്വതന്ത്രരാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. പക്ഷെ അപ്പോഴും അംബേദ്കർ എന്താണ് ചെയ്തിരുന്നത്? ദളിത മുക്തി, അതായത് സ്വാതന്ത്ര്യം വേണം, അംഗ്രേസികളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, അതിനൊപ്പം തന്നെ എന്തിനും പ്രയോറിറ്റി കൊടുക്കണം, ദളിതര്, നമ്മുടെ ഇവിടെയുള്ള ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ഈ വിഭാഗത്തിനും ഇങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്നെതിരെ, ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെ മുക്തി കിട്ടണം എന്നത് രണ്ടും ആര് ലക്ഷ്യം വെച്ചിരുന്നു? അംബേദ്കർ ലക്ഷ്യം വെച്ചിരുന്നു. അംബേദ്കർ जानते थे कि अंग्रेजी जाने पर भी दलित सवर्ण की दासदा से मुक्ति नहीं होगा. അത് അംബേദ്കറിന് അറിയായിരുന്നു, അംഗ്രേസികൾ പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, നമ്മുടെ സവർണ ജാതിയിൽ നിന്ന് ദളിതരുടെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, ദളിതരുടെ സ്ഥിതി അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് മുമ്പ് ബ്രിട്ടീഷുകാർ എന്ത് ചൂഷണം ഈ പാവങ്ങളെ ചെയ്തിരുന്നോ അത് ആര് ചെയ്യും? ഇനി ഈ സവർണ ജാതികൾ ഇവരെ ചെയ്യുമെന്ന് അംബേദ്കറിന് വ്യക്തമായി അറിയാമായിരുന്നു. ദളിത് മാമലയമേ പൂനെ പാക്ട് की ചർച്ച होती है. അങ്ങനെ അതാണ് പൂനെ പാക്ട്, നേരത്തെ പറഞ്ഞ ദളിതർക്ക് വേണ്ടി പ്രത്യേകം എന്തുകൊണ്ട് നിർവാചികയുടെ കാര്യം വരുന്നത്. ഗാന്ധിജിനെ ദളിതോം കോ ഹരിജൻ ബതാക്കർ ഈശ്വർ കി സന്താൻ കെ രൂപ മേ പുക്കാര. ഗാന്ധിജിയും ആരെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇങ്ങനൊരു വിഭാഗത്തിനെ ഗാന്ധിജി ഹരിജൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈശ്വരന്റെ മക്കൾ എന്ന നിലയിൽ ഹരിക ജൻ ഹരിജൻ എന്നാണ് ഈ വിഭാഗത്തിനെ ഗാന്ധിജി വിളിച്ചിരുന്നത്. അച്യുതം കെ ഉദ്ധാർ കോ മഹത്വപൂർണ്ണ സ്ഥാൻ ഗാന്ധിജിനെ ദിയ. ഗാന്ധിജിയും എന്ത് ചെയ്തിരുന്നു? ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാനാണെങ്കിലും ഗാന്ധിജി എന്ത് ചെയ്തിരുന്നു? ഈ ജനങ്ങളുടെ ഒക്കെ, ഈ ഹരിജൻ എന്ന് വിശേഷിപ്പിക്കുന്ന തന്റെ ജനങ്ങളുടെ എന്ത് ചെയ്തിരുന്നു? അവരുടെ ഉദ്ധാറിന് വേണ്ടി ഗാന്ധിജിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാന്ധിജിനെ ദളിതോം കി ഉദ്ധാർ കെ ലിയെ ഹരിജൻ സേവക് സംഘ് കി സ്ഥാപനാക്കി. ഹരിജൻ എന്നാണ് വിളിച്ചിരുന്നത്. ഹരിജന് വേണ്ടി അദ്ദേഹം ഗാന്ധിജി എന്ത് സ്ഥാപിച്ചു? ഹരിജൻ സേവാ സംഘ് സ്ഥാപിച്ചു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. और 1923 में हरिजन नामक अंग्रेजी साप्ताहिक പ്രകാശിത് കിയ. പിന്നെ ഹരിജൻ എന്ന് പേര് പറഞ്ഞ് ഒരു സാപ്താഹിക് പത്ര ഗാന്ധിജി 1923 ഇറക്കി തുടങ്ങി. ഗാന്ധിജി ने हरिजन शब्द का प्रयोग हिंदू समाज के उन समुदायों के लिए करना शुरू किया था जो सामाजिक रूप से बहिष्कृत माने जाते थे. इनके साथ ऊंची जाति के लोग छुआछूत का व्यवहार करते थे. അതായത് ഗാന്ധിജി സമൂഹത്തിൽ ഹരിജൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് സവർണ ജാതിയിൽ നിന്ന് ചുവാച്ചുത്ത് അനുഭവിക്കേണ്ട, അയിത്തം എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെടുന്ന ആ ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് ഹരിജൻ എന്ന് ഉപയോഗിച്ചിരുന്നത്. गांधी ने 3 पत्रों का प्रकाशन किया. ഹരിജൻ ബന്ധു, ഹരിജൻ സേവക്, ഹരിജൻ. അങ്ങനെ അപ്പൊ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അത്ര കുറവൊന്നുമല്ല. അദ്ദേഹം ഹരിജന് വേണ്ടി ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവരെ. അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പത്രികകൾ ഇറക്കിയിട്ടുണ്ട്. അകല കേരള में दलित चिंतन. केरल में पुलय समाज से ആയെ അയ്യങ്കാളിനെ ചുവാച്ചുത്ത് കെ ഖിലാഫ് ആജീവൻ സംഘർഷ് കിയെ. നമ്മുടെ കേരളത്തിലെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരിൽ പ്രമുഖനാണ് ആര്? അയ്യങ്കാളി. നമ്മുടെ കേരളത്തിലെ പുലയ സമൂഹത്തിൽ നിന്ന്, കേരളത്തിൽ അറിയപ്പെടുന്ന പുലയ സമൂഹത്തിൽ നിന്നാണ് അയ്യങ്കാളി വരുന്നത്. അദ്ദേഹം ആജീവൻ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തിനു വേണ്ടി സംഘർഷം ചെയ്തിട്ടുണ്ട്? ചുവാച്ചുത്ത്, ഐത്തത്തിനെതിരെ പോരാടിയിട്ടുണ്ട്. शिक्षा एवं सार्वजनिक क्षेत्रों में दलितों को समुदाय एवं न्याय दलितों को സമാനത एवं ന്യായ് ദിലാനെ के लिए वे लड़ते रहे. അതായത് സമൂഹത്തിന്റെ പബ്ലിക് ആയിട്ടുള്ള മേഖല, സാർവജനിക് ക്ഷേത്രമേ, പബ്ലിക് ഏരിയകളിൽ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള അവസ്ഥകളിൽ എന്ത് ചെയ്യണം? എല്ലാ ദളിതനും സമതയും ന്യായവും കിട്ടണം. അവന് ഈക്വൽ ആയിട്ട്, അതായത് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പരിപാടി, അത് എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് കടന്നു വരുന്ന ഏതൊരു മനുഷ്യനെയും പോലെ, ഏതൊരു ജാതിയെയും പോലെ, ഏതൊരു സവർണ ജാതിയെ പോലെ ആർക്കും എന്ത് ചെയ്യണം? തുല്യ സ്ഥാനം ആർക്ക് കിട്ടണം? എല്ലാവർക്കും കിട്ടണം. അതൊരു ജാതിയെ മാറ്റി നിർത്തപ്പെടരുത് എന്ന് ആര്? അയ്യങ്കാളി ഉറച്ചു മീൻസ് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അക്ഷീണം പ്രവർത്തിച്ചിരുന്നു, ആ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി.
ചുവാച്ചുത്ത് ഏവം ജാതിപ്രത, അപ്പം അങ്ങനെ കേരളത്തിലെ ഒരു പ്രമുഖ നേതൃത്വം നടത്തിയ ഒരു വ്യക്തി അയ്യങ്കാളി അയ്യങ്കാളിയുടെ സേവനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അറിയാം. വില്ലുവണ്ടി സമരം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ തീർച്ചയായും അയ്യങ്കാളിയുടെ ഭാഗത്ത് നിന്നുണ്ട്. നമുക്ക് ചരിത്രം പഠിക്കുമ്പോഴൊക്കെ അയ്യങ്കാളിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ്. छुआछूत एवं जाति प्रथा के खिलाफ नारा उठाने वाले समाज सुधारक थे श्री नारायण गुरु। उनका नारा था जाति नहीं, धर्म नहीं, ഈശ്വർ നഹി ചാഹിയെ മനുഷ്യക്കോ. അതായത് അതായത് അയ്യങ്കാളി കഴിഞ്ഞാൽ മറ്റൊരു ശ്രദ്ധേയമായ പേര് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. पिछड़े जातियों के उद्धार के लिए जीवन भर प्रयत्न किया श्री नारायण गुरु ने, और उनका उद्देश्य यही था कि धर्म चाहे जो भी हो लेकिन മനുഷ്യ അച്ഛാ ബനെ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ജാതി അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കെതിരെ എന്ത് ചെയ്തു, പ്രവർത്തിച്ചിരുന്ന മറ്റൊരു മഹാനായ വ്യക്തി ശ്രീനാരായണ ഗുരു. കേരളമേ ദളിത് ആന്തോളൻ എന്ന് പറയുമ്പോൾ അയ്യങ്കാളിയും ഒപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെയും പേര് നമ്മൾ എന്ത് ചെയ്യണം, മറക്കരുത്. हमारे सिलेबस में एक दलित उपन्यास को रखा गया है जिसका नाम मुक्ति पर्व है. वो मोहनदास नैमिषारई द्वारा रचित है. आगे इसका विश्लेषण करेंगे. उससे पहले मोहनदास नैमिषारई के बारे में थोड़ी जानकारी देंगे. मोहनदास नैमिषारई का जन्म उत्तर प्रदेश के मेरठ में सन 1949 5 सितंबर में हुआ था. लगभग 6 वर्षों तक डॉक्टर अंबेडकर प्रतिष्ठान भारत सरकार नई दिल्ली में संपादक एवं मुख्य संपादक के रूप में कार्य किए थे. महात्मा गांधी अंतर्राष्ट्रीय हिंदी विश्वविद्यालय वर्धा एवं अन्य विश्वविद्यालयों में विजिटिंग प्रोफेसर के रूप में अनेक वर्षों तक कार्यरत थे. पत्रकारिता, रेडियो, दूरदर्शन, फिल्म, नाटक आदि में लेखन व प्रस्तुति का व्यापक अनुभव है. भारतीय उच्च अध्ययन संस्थान शिमला में अध्येता के रूप में मराठी और हिंदी दलित पर उन्होंने अपनी शोध कार्य संभाल किया. मोहनदास नैमिषारई हिंदी दलित साहित्य के अद्वितीय नाम है और उन्होंने जो है उनका प्रसिद्ध कृतियां है सफदर एक बयान, अपने अपने पिंजरे, आवाजें, मुक्ति पर्व, स्वतंत्र संग्राम के दलित क्रांतिकारी, आग और आंदोलन, हेलो कॉमरेड, जख्म हमारे आदि उनके प्रसिद्ध रचनाएं हैं. इनमें उनके ख्याति अर्जित उपन्यास मुक्ति पर्व ही है. 1999 में इसका प्रकाशन हुआ और उनके आत्मकथा का नाम अपने अपने पिंजरे है. ये तो याद रखना है हमेशा. അദ്ദേഹത്തിന് ഫേമസ് ആയത് അദ്ദേഹത്തിന്റെ ഈ ഒരൊറ്റ 1999 എഴുതിയ മുക്തിപർവ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഉപന്യാസം കൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആയത്. എങ്കിലും അദ്ദേഹത്തിന്റെ കാവ്യസംഗ്രഹവും കഹാനി സംഗ്രഹമൊക്കെ അതേപോലെ തന്നെ ഫേമസ് ആണ്. ഒപ്പം അദ്ദേഹത്തിന്റെ അപ്പനെ പിഞ്ചര എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ദളിത് ആത്മകഥയുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ അതും ഒരുപാട് എന്താ പറയാ വളരെ റിയലിസം കാണിക്കുന്ന ഒരു ഉപന്യാസാണത്, ആത്മകഥയാണത്. तो मुक्ति पर्व के बारे में देखेंगे. ये मोहनदास नैमिषारई का दूसरा उपन्यास है. ഇത് മോഹൻദാസ് നൈമിഷാറയിയുടെ രണ്ടാമത്തെ ഉപന്യാസമാണ്. संघर्षशील दलित परिवार की एक ऐसी कहानी है जिसमें वे भारतीय समाज की विषमता और द्वंद्वों के साथ जीते हैं. അതായത് ഒരു സംഘർഷശീല ദളിത് പരിവാറിന്റെ ഒരു കഥയാണിത് പറയുന്നത്. അതായത് ഒരു ദളിത് കുടുംബമാണ് മുക്തിപർവ് എന്ന് പറഞ്ഞ ഉപന്യാസത്തിൽ വിഷയമായി വരുന്നത്. നിരന്തരം എന്ത് ചെയ്യുന്നത് ദളിത് സമാജിൽ നിന്നായതുകൊണ്ട് ഒരുപാട് സമസ്യകൾ, ഒരുപാട് പ്രശ്നങ്ങളും ചൂഷണങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു ദളിത് പരിവാറിനെയാണ് മുക്തിപർവ് എന്ന് പറഞ്ഞ നോവലിലെ കേന്ദ്രപാത്രമാക്കിയിരിക്കുന്നത്.
उपन्यास में आजादी के पहले दलितों की स्थिति और बाद में परिवर्तित दलित समाज का चित्र है. അത് ഈ ഒരൊറ്റ നോവലിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആസാദിക്ക് പെഹലെ ദളിതോം കി സ്ഥിതി, സ്വാതന്ത്ര്യത്തിന് മുൻപ് ദളിതരുടെ ജീവിതം, ദളിതരുടെ സ്ഥിതി എങ്ങനെയാണോ അതും അതിനുശേഷം ഉസ്കെ ബാദ് में परिवर्तित दलित समाज का चित्र है. സ്വാതന്ത്ര്യം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപും കിട്ടിയതിന് ശേഷവും ദളിതരുടെ ജീവിതത്തിൽ എന്തു മാറ്റം വന്നു എന്നതാണ് ഈ നോവലിൽ കാണിക്കുന്നത്. उपन्यास में अपमानित दलित समाज को जागृत होने वाली चेतना का चित्रण है. അതായത് അപമാനിക്കപ്പെടുന്ന, പല കാരണങ്ങൾ കൊണ്ട് അപമാനിക്കപ്പെടുന്ന ദളിത് സമൂഹത്തിന് എന്ത് ജാഗ്രത ആവണം, അതായത് അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിട്ട് അതിനെതിരെ പ്രതിക്രിയ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ചേതനയാണ്, അതിനുള്ള ഒരു ശക്തിയാണ് ഈ നോവല് ഉദ്ദേശിക്കുന്നത്. जहां समाज का एक हिस्सा सारी सुख सुविधाओं व भरपूर आनंद से लैस है, वही दूसरी ओर दुख, गरीबी, दरिद्रता, विवशता और लाचारी है. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് സമൂഹത്തിൽ ഒരു വിഭാഗം സുഖങ്ങളും സുഖമായി വളരെ ആർഭാടമായിട്ട് ജീവിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ മറ്റൊരു വിഭാഗം ഗരീബി, പട്ടിണിയും ദാരിദ്ര്യവും നിസ്സഹായതയിലും ജീവിക്കുന്ന ഒരു, അത് സമൂഹത്തിന്റെ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഒരു സുഖസുവിധയില് ആർഭാടങ്ങളില് ജീവിക്കുമ്പോൾ അവിടെ എന്താണ്, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. എന്താണ് തൻ തോടുക്കർ, തൻ്റെ ശരീരം എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ട്. എന്നിട്ടും ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ ചിത്രമാണ് ഈ നോവൽ നമുക്ക് തരുന്നത്. ഏതൊരു നോവലും അതിൻ്റെ അകത്ത് അവരുടെ കഷ്ടപ്പാട് കാണിക്കുന്നതിലൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദളിത് സമൂഹത്തിന് അതിൽ നിന്ന് ആ റിയൽ പിക്ചർ അവരുടെ നേരെ തിരിച്ചു വെച്ച ഒരു കണ്ണാടിയാണത്. അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ, ഇതാണ് യഥാർത്ഥ സ്ഥിതി എന്ന് കാണിച്ചു കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിന് നേരെ വെച്ച ഒരു കണ്ണാടി തന്നെയാണത്. അതിൽ നിന്ന് പുറത്തു വരാൻ അവരെ ബോധവാന്മാരാക്കുകയാണ് ലക്ഷ്യം. അതിനോടൊപ്പം ഈ പാവങ്ങളെ എന്ത് ചെയ്യുന്നത്, ചൂഷണം ചെയ്ത് മുതലെടുത്ത് ജീവിക്കുന്ന സാമന്തി, പൂഞ്ചിവാദി ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രോശം ഈ നോവലില് നമുക്ക് വ്യക്തമായിട്ട് കാണാം. मुक्ति पर्व में सुनीत नूतन प्राइमरी स्कूल के एग्जाम में कुल 500 अंक में से 450 अंक लेकर പാസ് ഹുവാ ഥാ. അതായത് ഈ നോവലിലത്തെ മെയിൻ കഥാപാത്രം സുനീതാണ്. സുനീത് നൂതൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ പഠിച്ചിട്ട്, അതായത് സുനീത് നൂതൻ പ്രൈമറി സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് 500-ൽ 450 മാർക്ക് വാങ്ങിയാണ് അവൻ എന്ത് ചെയ്യുന്നത്, സുനീത് പാസ്സാവുന്നത്. अव्वल नंबर से पास होने की घटना चमार टोले की बस्ती के इतिहास में ऐसा पहली बार हुआ था. ചമാർ ജാതിയിൽ നിന്നാണ് സുനീത് ഉള്ളത്. അപ്പൊ സുനീത് ഇത്രയും ആദ്യമായിട്ട് അവൽ ഇത്രയും കൂടുതൽ മാർക്കോട് കൂടി ചമാർ ജാതിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്, ഇത്രയും മാർക്ക് നേടി പരീക്ഷയ്ക്ക് പാസ്സാവുന്നത്. जब वो इसी स्कूल में पढ़ाई कर रहा था तब उसने पाठ्यक्रम की एक किताब में एक तस्वीर देखी थी. അതായത് ആ ഒരു സന്ദർഭം മാറുകയാണ്. അതായത് അവന് എന്ത് ചെയ്യുന്നു, അത്രയും മാർക്ക് വാങ്ങിച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, പാസ്സാവുന്നത്. പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവന് ഉന്നത വിദ്യാഭ്യാസത്തിനോ അവന്റെ വിജയം പോലും അംഗീകരിക്കാൻ ആര് തയ്യാറാവുന്നില്ല, അവന്റെ അധ്യാപകരോ സമൂഹത്തിലുള്ള ആരും തയ്യാറാകുന്നില്ല. അതേപോലെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ നേരിട്ട ഒരു അനുഭവമാണ് പറയുന്നത്. जब वो इसी स्कूल में पढ़ाई कर रहा था तब उसने പാഠ്യക്രം की एक किताब में एक तस्वीर देखी थी. അതായത് അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്റെ സിലബസിൽ വെച്ചിരിക്കുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ തന്റെ പാഠ്യക്രമിൽ വരുന്ന ഒരു പുസ്തകത്തില് ഒരു പിക്ചർ കണ്ടു അവൻ. जिससे एक ब्राह्मण प्याऊ पर लोटे से पानी पिला रहा है, जबकि दलितों को चमड़े से बनी नलकी से पानी पिलाया जाता था. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഒരു ചിത്രം അവന് ഒരുപാട്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുന്നു, ഒരു ബ്രാഹ്മണൻ ഒരു തിളങ്ങുന്ന ഒരു മുന്തയില് അല്ലെങ്കിൽ ഒരു ലോട്ടയില് അവൻ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ദളിതൻ, അല്ലെങ്കിൽ ഒരു താഴെക്കിടയിലുള്ള ഒരു പാവപ്പെട്ട ദളിതൻ അവൻ എന്ത് ചെയ്യുന്നു, ചമട വെച്ചുണ്ടാക്കിയ
നാലാക്കി നൽകി സേ, അതായത് ഗന്ദഗി നിറഞ്ഞ, അഴുക്ക് നിറഞ്ഞ, മോശം എന്താണ് ചമ്മട വെച്ചുണ്ടാക്കിയ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം വലിച്ചു കുടിക്കുന്ന ആ ഒരു ചിത്രം അവന്റെ മനസ്സിൽ എന്നും ആ ചെറിയ സുനീതിന്റെ, അതായത് കുട്ടിയായ സുനീതിന്റെ മനസ്സിൽ അന്നേ അതൊരു ചിന്തയായിരുന്നു. കാരണം മനുഷ്യനാണ്, രണ്ടും മനുഷ്യനാണ്, പക്ഷെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ വേറെയാണെന്ന് ആ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവന്റെ റിയൽ ലൈഫിലും അവൻ അത് തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത്. വാസ്തവിക് ജീവൻ മേ പാഠ്യക്രम की पूरकता को देखकर सुनील के भीतर कई प्रश्न पैदा हुए, जिसने जिज्ञासा और विद्रोह के स्वर को प्रज्वलित करने का कार्य किया. ആ ഒരു പിക്ചർ അവന്റെ ചെറിയ സമയത്ത് അവൻ ആ ഒരു ടെക്സ്റ്റിൽ കണ്ട ആ ഒരു പിക്ചർ ഉസ് പാഠ്യക്രം की पूरकता वास्तविक जीवन में देखकर, തന്റെ ജീവിതത്തിൽ ആ ഒരു ചിത്രത്തിന്റെ എന്ത് വന്നപ്പോഴേക്കും, അത് റിയൽ ആയി തന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചപ്പോഴേക്കും അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളാണ് അവൻ ഇതിനെതിരെ എന്ത് ചെയ്യാൻ വേണ്ടി, അവന്റെ മനസ്സിൽ വിദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് കാരണമായത് അതാണ്. പടങ്ങളിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ ഒതുങ്ങിയിരുന്നതൊക്കെ സ്വയം അനുഭവിക്കേണ്ടി വന്നപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, അവന്റെ മനസ്സിൽ അതിനെതിരെ വിദ്രോഹം ഉണ്ടായി. सवर्णवादी मानसिकता के सहपाठी സ്കൂൾ में उससे बात नहीं करना चाहते हैं. അതായത് അവൻ പഠിക്കുന്ന സമയത്ത് അവന്റെ കൂടെ ഇരിക്കുന്ന സഹപാഠി, സവർണ ജാതിക്കാരായ സഹപാഠികൾ ആരും ഇവനോട് എന്ത് ചെയ്യില്ല, ബാത് നെഹി കർണ ചാത്തെ, അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവനെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തുമായിരുന്നു. वो हमेशा कक्षा में खूब मन लगाकर पढ़ाई करता है, पर हर बार वो स्कूल नंबर पर ही आता है. സവർണ കബി ബി യെ നഹി ചാഹത്തെ थे कि उनके स्कूल से कोई दलित प्रथम आए. അതായത് അവൻ എപ്പോൾ നന്നായിട്ട് പഠിക്കും സുനീത്, അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്യും, എല്ലാ പ്രാവശ്യവും ക്ലാസ്സിൽ നമ്പർ 1 ആകും. പക്ഷെ അവിടുത്തെ സവർണ ജാതിയിലായിട്ടുള്ള കുട്ടികളോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോ ഒരു ദളിതന് 1ാം സ്ഥാനം കൊടുക്കാൻ അവരാരും ആഗ്രഹിച്ചിരുന്നില്ല. इसलिए 4-5 सवर्ण अध्यापक मिलकर राकेश कुमार तथा नगर पालिका कार्यालय अधीक्षक के बेटे अजय शर्मा को स्कूल में प्रथम स्थान दिलवाया जाता था. അത് എല്ലാ പ്രാവശ്യം എപ്പോഴും സംഭവിക്കണ എന്താണ്, ഇവന് മാർക്ക് കിട്ടിയാലും ഇവരാരും ഇവന്റെ വിജയമോ ഇവന് സ്ഥാനം അത് കൊടുക്കില്ല. അവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, അധ്യാപകരും 2-3-4 സവർണ അധ്യാപകരും മറ്റ് മുനിസിപ്പാലിറ്റി അധികാരികളൊക്കെ കൂടി മുനിസിപ്പാലിറ്റി, അതായത് നഗരപാലിക കാര്യാലയന്റെ മകൻ, അവിടെ മുനിസിപ്പാലിറ്റി അതോറിറ്റിയുടെ മകന് അജയ് ശർമ്മയ്ക്ക് എന്ത് ചെയ്യും, എപ്പോഴും സ്കൂളിൽ 1ാം സ്ഥാനം കൊടുക്കും. കാരണം അവൻ ആരാണ്, അവനൊരു മുനിസിപ്പാലിറ്റിയിലെ ഒരു അധീക്ഷകന്റെ മകനാണ്. അപ്പൊ അവൻ 1ാം സ്ഥാനം വന്നാൽ മതി. ഇവരെയൊക്കെ തോൽപ്പിച്ച് ഒരു ചമാർ ജാതിയിലുള്ള ഒരു ലടുക്കിക്ക് 1ാം സ്ഥാനം കൊടുക്കാൻ ആര് തയ്യാറായിരുന്നില്ല, സവർണ ജാതിയുടെ അവരുടെ ആ ഒരു മാനസികത അവരെ അതിന് അനുവദിച്ചിരുന്നില്ല. वास्तव में वे नहीं चाहते थे कि कोई दलित पढ़ लिख जाए. यदि वे पढ़ लिख जाए तो उनकी गुलामी और जंजीर टूट जाएंगी. അവര് പഠിക്കണം എന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെയാണ് ദളിതന് 1ാം സ്ഥാനം കൊടുക്കാൻ. ഒരു ദളിതനും സ്കൂളിൽ വരാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതായത് സ്കൂളിൽ വരുന്ന കുട്ടിയെ അവരെന്ത് ചെയ്യാൻ വേണ്ടി, അത് പഠിത്തം നിർത്തി പോകുന്ന തരത്തിൽ അവരെന്ത് ചെയ്തിരുന്നു, മാനസികമായും ശാരീരികമായിട്ടും അവരെന്ത് ചെയ്തിരുന്നു, ഉപദ്രവിച്ചിരുന്നു. കാരണം അവര് പറയുന്നത് അവരുടെ ഒരു ജഞ്ചീർ, ഒരു ചങ്ങലയുണ്ട്, അത് പൊട്ടിപ്പോവും. കാരണം ഇവന്റെ ജോലി ചെയ്യാൻ ഇവരുടെ ജോലി ചെയ്യാൻ ഇത്, അങ്ങനെ ഒരു സമൂഹം വ്യവസ്ഥയിൽ ഒരു ചങ്ങലയുണ്ട്, അല്ലെങ്കിൽ ഒരു ചെയിനാണ്, അതവിടെ പൊട്ടിപ്പോവും. കാരണം ഇവൻ പഠിച്ച് ഇവൻ നല്ല ജോലി വാങ്ങിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും, ആ ജോലി ആര് ചെയ്യും എന്ന്. അപ്പോ ആ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ ദളിതരാരും പഠിക്കാൻ വരണം എന്ന് പോലും ആരാഗ്രഹിച്ചിരുന്നില്ല, സവർണ ജാതികൾ ആഗ്രഹിച്ചിരുന്നില്ല. मुक्ति पर्व में सामाजिक, आर्थिक तथा राजनीतिक विषमता का शिकार दलित समाज दिखाई देता है.
അതായത് പല പക്ഷം അങ്ങനെ ഒരു സുന്നീത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് സമൂഹത്തിൽ അനുഭവിക്കുന്ന പല സാമാജിക് രാജനൈതിക് ആർത്ഥികമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഈ നോവലിൽ പറയുന്നുണ്ട്. उपन्यास में जाति के एक दलित परिवार के माध्यम से उक्त समस्याओं को उजागर किया है. ഒരൊറ്റ കുടുംബത്തിനെ വെച്ചുകൊണ്ടാണ് നോവൽ മുന്നോട്ട് പോകുന്നത്. യഹാ शोषण, उत्पीड़न, दरिद्रता, विपन्नता, घृणा, गुलामी भरी जिंदगी से गुजरता हुआ परिवार है. उपन्यास काफी प्रासंगिक एवं महत्वपूर्ण है. അങ്ങനെ സുനീത് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ കേന്ദ്രമാക്കി എഴുതുന്ന ഒരു ചെറിയൊരു നോവലാണ്. അവന്റെ മനസ്സിൽ വരുന്ന ആശങ്കകളും ആകുലതകളും അതിനെ സാമൂഹികവും രാജനീതിപരമായിട്ട് ദളിത് അനുഭവിക്കുന്ന പല സംഘർഷങ്ങളിൽ അതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു ചെറിയ നോവലാണ് മുക്തിപർവ് എന്നുള്ളത്. अगला माधा प्रसाद गुप्त का नाटक धर्म परिवर्तन है. माधा प्रसाद हिंदी दलित साहित्य के ख्याति प्राप्त साहित्यकार है. धर्म के नाम पर धोखा, अछूत का बेटा, वीरांगना झलकारी भाई, तड़प मुक्ति की, प्रतिशोध अंधहीन आदि उनकी चर्चित कृतियां है. इस नाटक में അംബേദ്കർ के जीवन को दर्शाया गया है. ഈ നാടകത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അംബേദ്കർ ധർമ്മപരിവർത്തൻ എന്നാണ് നാടകത്തിന്റെ ടൈറ്റില്. അപ്പം അംബേദ്കറിന്റെ ജീവിതമാണ് ഈ നാടകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. आरंभ में बड़ौदा राज्य के हिंदी अकाउंट जनरल पद पर नियुक्त के समय से लेकर धर्म परिवर्तन तक के जीवनानुभवों को चित्रित किया गया है. നാടകത്തിലെ അംബേദ്കർ രാജ്യത്തിന്റെ ഹിന്ദി അക്കൗണ്ട് ജനറൽ പദ് ഹിന്ദി അക്കൗണ്ട് ജനറൽ പദിൽ എന്ന പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ട അന്നു മുതൽ ധർമ്മപരിവർത്തൻ നടത്തിയ അന്ന് വരെയുള്ള ജീവനാനുഭവങ്ങളാണ് ഈ നാടകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. नाटककार वे अम्बेडकर के जीवन में घटित प्रमुख घटनाओं को तत्कालीन सामाजिक राजनीतिक अवस्थाओं को प्रस्तुत किया गया है. നാടകക്കാർ അംബേദ്കറിന്റെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അക്കൗണ്ട് ജനറൽ ആ പോസ്റ്റിലേക്ക് വന്നത് മുതൽ ധർമ്മപരിവർത്തനം നടത്തിയ വരെയുള്ള അംബേദ്കറിന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ നാടകം എഴുതിയിരിക്കുന്നത്. धर्म परिवर्तन नामक नाटक में माता प्रसाद ने अम्बेडकर के उस संपूर्ण संघर्ष को जीवन अंजाम धर्मांतरण के रूप में प्रस्तुत करता है. അദ്ദേഹം അംബേദ്കർ നേരിട്ട പല സാഹചര്യങ്ങളെയും സംഘർഷം ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, അവസാനം മതം പരിവർത്തനം നടത്തിയതുവരെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. अम्बेडकर ने सोचा था कि जब तक हिंदू समाज में जाति व्यवस्था का अस्तित्व रहेगा तब तक दलितों की समस्या का समाधान संभव नहीं है. അംബേദ്കർ മനസ്സിലാക്കി എപ്പോഴാണോ ഹിന്ദു സമൂഹത്തിലെ ജാതി വ്യവസ്ഥ അവസാനിക്കുന്നത് അന്നേ ദളിതരുടെ കഷ്ടപ്പാടിന് ഒരു അന്ത്യം വരികയുള്ളൂ എന്ന് അംബേദ്കറിന് അറിയായിരുന്നു. ऐसी स्थिति में हिंदू धर्म का परित्याग ही दलित मुक्ति के एकमात्र मार्ग है. ആ ഒരു സമയത്ത് ഹിന്ദു വ്യവസ്ഥിതി അങ്ങനെയാണ്, അതൊന്ന് അവസാനിച്ചാൽ മാത്രമേ ദളിതരുടെ സ്ഥിതിയിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന് അങ്ങനെ ഒരു മാറ്റം വരാത്തിടത്തോളം കാലം സ്വയം മാറാൻ ആര് തീരുമാനിച്ചു, അംബേദ്കർ തീരുമാനിച്ചു. അങ്ങനെ ഹൈന്ദവ ധർമ്മം ഉപേക്ഷിച്ച് അദ്ദേഹം എന്ത് സ്വീകരിച്ചു, ബൗദ്ധധർമ്മം സ്വീകരിച്ചു. ഈ നാടകത്തിന്റെ ഭൂമികയില്, അതായത് ഇൻട്രൊഡക്ഷനില് മാതാപ്രസാദ് ഈ നാടകം എഴുതാനിടയായുള്ള സാഹചര്യം, അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിലിങ്ങനെ പറയുന്നു, धर्म परिवर्तन की पांडुलिपि सन 1992 ईस्वी में तैयार हो गई थी. ശരിക്കും 1992 തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഏതാണ്ട് അദ്ദേഹം എഴുതി കഴിഞ്ഞിരുന്നു. മാതാപ്രസാദ് നാടകം കംപ്ലീറ്റ് ആയി എഴുതി 92 തന്നെ കഴിഞ്ഞിരുന്നു.
और उसे छपने के लिए उन्होंने अर्चना त्रिपाठी को दे दी थी. ഓക്കെ, അതിനെ പ്രിന്റിങ് കാര്യങ്ങൾക്ക് വേണ്ടി അർച്ചന ത്രിപാഠി, നൈ ദില്ലിയിലുള്ള അർച്ചന ത്രിപാഠിജിയെ അദ്ദേഹം അത് സുരക്ഷിതമായി ഏൽപ്പിച്ചിരുന്നു. ലേക്കിൻ और उसके बाद उन्होंने അരുണാചൽ പ്രദേശ് ചലാ ഗയ. അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളുമായി മാതാപ്രസാദ് എങ്ങോട്ട് പോയി. ഈ നാടകം അതിന്റെ കോപ്പി ത്രിപാഠിജി, അർച്ചന ത്രിപാഠിജിയെ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം അരുണാചൽ പ്രദേശിലേക്ക് പോവുകയായിരുന്നു. लेकिन क्या हुआ, 1999 में अरुणाचल प्रदेश से वापस आने पर कागजों की उलट पलट में पांडुलिपि के प्रति कुछ भाग मिल गया. और बाद में सुश्री अर्चना त्रिपाठी ने बताया कि उक्त पांडुलिपि कहीं गायब हो गई. അങ്ങനെ അദ്ദേഹം അരുണാചൽ പ്രദേശിലേക്ക് പോയി. പിന്നീട് കേൾക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർച്ചന ത്രിപാഠിജി പറയുന്നു പാണ്ഡുലിപി എവിടെയോ മിസ്സായി പോയി, കാണുന്നില്ല എന്നൊരു അറിയിപ്പാണ് പിന്നീട് കിട്ടുന്നത്. ഇദ്ദേഹം സേഫായി ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്, പക്ഷെ അത് കാണുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് അതിൽ നിന്ന് വളരെ ദുഃഖമുണ്ടായി. കാരണം വലിയൊരു എഫേർട്ട് തന്നെയായിരുന്നു അംബേദ്കർ പോലെയുള്ള ഒരു മഹാൻ വ്യക്തിയുടെ ജീവിതം പകർത്തി എഴുതുന്നത്. അങ്ങനെ അദ്ദേഹം 1993 അരുണാചൽ പ്രദേശിലേക്ക് പോയത്. 1999 ആയപ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വന്നു. കുറച്ചു ഭാഗങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ പണ്ട് തയ്യാറാക്കിയതിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ റെഡിയാക്കി, മീൻസ് കംപ്ലീറ്റ് ആയില്ല എങ്കിലും അത് വെച്ച് രണ്ടാമത് തയ്യാറാക്കിയതാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന നമുക്ക് പഠിക്കാനുള്ള ഈ ഡ്രാമ എന്ന് അദ്ദേഹം ഭൂമികയില് ആദ്യത്തെ വരികളിൽ തന്നെ, ആദ്യത്തെ പേജിൽ തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആ ഭൂമികയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ये नाटक डॉक्टर अंबेडकर के जीवन पर आधारित है. डॉक्टर अंबेडकर के जीवन और कृत्यों पर अनेक ग्रंथ रचे गए हैं. कुछ उनके भाषणों के संग्रह के रूप में, कुछ उनके संघर्ष के रूप में. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങി. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം നടത്തിയ ധർമാന്തരനെ വിഷയമാക്കിയാണ് ഞാൻ ഈ ഡ്രാമ എഴുതുന്നതൊക്കെ അദ്ദേഹം അതിന്റെ ഭൂമികയിൽ പറയുന്നുണ്ട്. ओके, बड़ौदा राज्य के डिप्टी अकाउंटेंट जनरल के पद पर अंबेडकर की नियुक्ति से नाटक आरंभ होता है. അതായത് ബടൗദ രാജ്യ के डिप्टी अकाउंट जनरल പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുന്നു അംബേദ്കർ. ആ ഒരു രംഗത്തോടു കൂടിയാണ് നമ്മുടെ നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദളിത് होने के कारण दफ्तर में उन्हें सामाजिक भेदभाव सहना पड़ा. ദളിതനാണ് അംബേദ്കർ. അപ്പം വലിയ പോസ്റ്റൊക്കെ കിട്ടിയെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തപ്പോഴേക്കും, ഓഫീസിലേക്ക് വന്നപ്പോഴേക്കും പലതരത്തിലുള്ള ഭേദഭാവങ്ങൾ, തരംതിരിക്കലുകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടലുകൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. ഉനക്ക് അധീനസ്ഥ കർമ്മചാരി ബി ഉസ്നെ ജാതി ഭേദ് ദിഖാത്തെ ദേ. ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള അധികാരി വരെ അദ്ദേഹത്തിനോട് എന്ത് കാണിക്കുമായിരുന്നു? ഭേദഭാവം, ഒരു വേർവ്യത്യാസം കാണിക്കുമായിരുന്നു. ദളിത് होने से उन्हें रहने के लिए भी जगह नहीं दिया गया. ദളിതനായതുകൊണ്ട് ക്വാർട്ടേഴ്സും ഫെസിലിറ്റീസും ഒന്നും കിട്ടിയില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും എന്താണ്, സവർണ ജാതിയിലുള്ള ആളുകളാണ്. അപ്പോൾ ഒരു ദളിതന് എന്ത് ചെയ്യുന്നില്ല, താമസിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ അവര് തയ്യാറാവുന്നില്ല. ഇത്രയും വലിയ, അപ്പൊ ഒന്ന് ആലോചിക്കണം, ഇത്രയും വലിയൊരു പോസ്റ്റിൽ പോയ ഒരു ദളിതന്റെ അവസ്ഥയാണിത്. അപ്പൊ സാധാരണക്കാരായി ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ സന്ദർഭമേ വേ പദ് സേ ഇസ്തീഫ ദേത്തെ ഹെ. അതുകൊണ്ട് മാത്രം, അവിടെ അനുഭവപ്പെട്ട വേർവ്യത്യാസം കൊണ്ട് മാത്രം അദ്ദേഹം എന്ത് ചെയ്യുന്നു, തന്റെ ജോലിയിൽ നിന്ന് രാജിവെക്കുന്നു. नाटक के एक प्रसंग में शिक्षा प्राप्ति के लिए अम्बेडकर जी को जिन कठिनाइयों का सामना करना पड़ा इसका चित्रण मिलते हैं. പിന്നെ നാടകം കുറച്ചും കൂടെ നീങ്ങി കഴിയുമ്പോഴേക്കും അദ്ദേഹം പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളിലൂടെയും നാടകം പിന്നീട് മുമ്പോട്ട് പോവുകയാണ്. उनका जन्म अछूत जाति महार कौम में हुआ था. അദ്ദേഹം ഒരു അച്ചൂത്ത് ജാതി, മഹാർ എന്ന് പറഞ്ഞ ഒരു ജാതിയിലാണ് അംബേദ്കർ ജി ജനിക്കുന്നത്. ഉന്നെ ശൂദ്ര കഹാ ജാതാ താ. ശൂദ്ര നമ്മൾ പറഞ്ഞല്ലോ, ഹിന്ദു വ്യവസ്ഥയിലെ ഏറ്റവും 4ാമത്തെ വിഭാഗം ശൂദ്ര എന്നാണ് വിളിച്ചിരുന്നത്. ഉസേ ശിക്ഷ സേ വഞ്ചിത് രഖാ താ. വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, വിദ്യാഭ്യാസം ഒന്നും അത്ര സുലഭമായി ലഭിച്ചിരുന്നില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്ന ഒരു സമയം.
लेकिन अंबेडकर के पिताजी फौज में अध्यापक होने के कारण शिक्षा की जरूरत महसूस किया और उन्होंने स्कूल में प्रवेश किया. പക്ഷേ അംബേദ്കർജിയുടെ അച്ഛൻ ഫൗജ് മേ അധ്യാപക് ഹോനെ കെ കാരണം, അതായത് അദ്ദേഹം മിലിറ്ററിയിലെ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് അച്ഛന് എന്തിന്റെ വില നന്നായിട്ട് അറിയായിരുന്നു, വിദ്യാഭ്യാസത്തിന്റെ വില നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ മകനെ നിർബന്ധമായും എന്ത് ചെയ്യണം, സ്കൂളിൽ ചേർക്കണമെന്ന് ആര് വാശി പിടിച്ചു, അച്ഛൻ വാശി പിടിച്ചു. വഹാബി ഉനെ ബഹുത് സെ കഠിനായിയോം കെ സാമനെ കർനെ പട. ആ കാലഘട്ടം മുതൽ, സ്കൂളിൽ ചേർത്ത സമയം മുതൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്നു. വേ സവർണ ഹിന്ദിയിൽ എടുക്കും കെ സാത്ത് ബെഞ്ച് പർ നഹി ബൈഠ് സക്താ താ. അതായത് സവർണരായിട്ടുള്ള കുട്ടികളോട് കൂടി ഇരിക്കാൻ പറ്റില്ലായിരുന്നു ബെഞ്ചില്. സ്കൂൾ മേ ഉനെ ലങ്കോട്ടി ലഗാക്കർ ജാനാ പടത്താതാ. അതായത് സ്കൂളിൽ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ നല്ല വസ്ത്രങ്ങളൊന്നും ഇട്ടു പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലും ലങ്കോട്ടി മാത്രം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വസ്ത്രം മാത്രം ഇട്ടുണ്ടു പോകാനേ ആരെ സമ്മതിച്ചിരുന്നുള്ളൂ, ആ സവർണ ജാതിക്കാര് സമ്മതിച്ചിരുന്നുള്ളൂ. അവർ കൊടുക്കുന്ന ഒരു ഔദാര്യമായിരുന്നു അവരെ ക്ലാസ്സിൽ പഠിക്കാൻ എന്നുള്ളത്. അതല്ലാതെ ബാക്കി എല്ലാ സ്വാതന്ത്ര്യവും എന്തു ചെയ്തു, നിഷേധിച്ചിരുന്നു. स्कूल में नल की टोंटी नहीं छू सकता था. जब तक मास्टर कमरे में नहीं आ जाते उन्हें बाहर खड़ा रहना पड़ता था. इस तरह से गुजरते हुए उन्होंने अपनी आत्मबल और परिश्रम से उच्च शिक्षा हासिल की. അങ്ങനെ സ്കൂളിൽ ഉപയോഗിക്കുന്ന നൽകി ടോട്ടി, ശുദ്ധജലത്തിന് ഉപയോഗിക്കുന്ന പൊതുവായി ഉപയോഗിക്കുന്ന ടാപ്പ് ഒന്നും തൊടാനോ ഒരുപാട് ദാഹിച്ചാലോ അതിൽ നിന്ന് ഒരിറ്റു വെള്ളം കുടിക്കാനോ ഒന്നും സമ്മതിച്ചിരുന്നില്ല. അതേപോലെ മാസ്റ്റർ സ്കൂളിൽ വരുന്നത് വരെ എന്ത് ചെയ്യണമായിരുന്നു, പുറത്ത് നിൽക്കണമായിരുന്നു. അദ്ദേഹം സാറ് വരുമ്പോൾ മാത്രമേ അകത്തോട്ട് കയറും, പഠിക്കുന്ന സമയത്ത് കേൾക്കും, പിന്നീട് പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. ആ കാലഘട്ടം മുതൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന, ഒരു വിദ്യാഭ്യാസം നേടാൻ മുതൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാടകത്തിൽ പിന്നീട് കാണിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിൽ ശരിക്കും ആ ജോലിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ ഒരു ജോലിയിൽ കയറി, പിന്നെ അതിനുശേഷം അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് നാടകത്തില്. പക്ഷെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ എതിരായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിച്ചു, ഉച്ചശിക്ഷ നേടി. ദ്വിതീയ അംഗ് കാ ആരംഭ് വിശ്വ ഗോൽമേസ് സമ്മേളൻ സെ ഹോത്താ ഹെ. ആദ്യത്തെ അങ്കിലൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ അങ്കില് നമ്മുടെ വിശ്വ ഗോൽമേസ്, അതായത് വട്ടമേശ സമ്മേളനം, അതിന്റെ ഒരു പിക്ചറോട് കൂടിയാണ് രണ്ടാമത്തെ അങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. भारत की समाज और राजनीति में अछूतों की प्रतिनिधित्व लाने के लिए अम्बेडकर ने सम्मेलन में बहस किया, लेकिन गांधी जी के नेतृत्व में कांग्रेस के नेताओं ने विरोध किया. നേരത്തെ നമ്മൾ പൂനെ പാക്ട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അതായത് ആ ഒരു സന്ദർഭവും ഈ ഡ്രാമയിൽ വരുന്നുണ്ട്. അതായത് വട്ടമേശ സമ്മേളനത്തിൽ ഇരിക്കുന്ന അംബേദ്കർ എന്തിനാവശ്യപ്പെടുന്നു, സമൂഹത്തിലെ അച്ഛൂത്ത ജാതികൾക്ക് വേണ്ടി ഒരു നിർവാചിക സ്പെഷ്യലായി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള മറ്റു കോൺഗ്രസ് നേതാക്കള് ആരെ എതിർക്കുന്നു, അംബേദ്കറിനെ എതിർക്കുന്ന ആ ഒരു സന്ദർഭം മാതാപ്രസാദ് വളരെ നന്നായിട്ട് റിയൽ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഡ്രാമയിൽ. इस पर അംബേദ്കർ और गांधी जी के बीच സംഘർഷ होता है. ആ ഒരു പിക്ചർ, ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ തർക്കം വരുന്ന ആ ഒരു ഇത് ഈ നാടകത്തിൽ നമുക്ക് കാണാം. इस घटना भर में അംബേദ്കർ को विरोधी के रूप में चित्रित किया है. അതായത് ഈ ഒരു സന്ദർഭത്തിൽ അംബേദ്കറിനെ ഒരു വിരോധി, മീൻസ് അച്ഛൂത്ത് മീൻസ് അസ്പൃശ്യ ജാതിക്ക് വേണ്ടി സ്പെഷ്യലായ ഒരു ഇത് വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഒരു വിരോധി ക്യാരക്ടർ, അതായത് അച്ഛൂത്തിനെ ഇനിയും അച്ഛൂത്തായി നിലനിർത്താനാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു നിലക്ക് എല്ലാവരും ആരെ എതിർക്കുകയാണ് ചെയ്തത്, എല്ലാവരും കുറ്റപ്പെടുത്തി അംബേദ്കറിനെ. അതായത് അംബേദ്കർ പറയുന്ന കാര്യം ശരിയല്ല എന്ന് തന്നെ എല്ലാവരും വാദിച്ചു. എല്ലാവരും കൂടി ആരെ കുറ്റപ്പെടുത്തുന്നു, അംബേദ്കറിനെ കുറ്റപ്പെടുത്തുന്നു. अम्बेडकर ने दलितों को भारतीय समाज में प्रतिनिधित्व दिलाने के लिए, अपने अधिकारों को प्रदान करने के लिए अपनी अलग निर्वाचन मंडल की मांग की. എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പ്രത്യേക നിർവാചിക വേണമെന്ന് അംബേദ്കർ എന്ത് ചെയ്തു, മുഴുവൻ ഗാന്ധിജി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും എതിർത്തപ്പോഴും താൻ പറഞ്ഞ കാര്യത്തിൽ ആരുറച്ചു നിന്നു, അംബേദ്കർ ഉറച്ചു നിന്നു. ब्रिटिश प्रधानमंत्री ने इसके आधार पर शेड्यूल्ड कास्ट को पृथक निर्वाचन के अधिकार की मान्यता दी. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, അംബേദ്കർ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി
ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി സ്പെഷ്യൽ നിർവാചിക തയ്യാറാക്കി. ഗാന്ധിജി കോ അംബേദ്കർ കെ സാത്ത് സമझौता करना पड़ा. എന്ത് ചെയ്തു? ഗാന്ധിജിക്ക് ആരുമായി ഒത്തുചേർന്ന് പോകേണ്ടി വന്നു? അംബേദ്കർ പറഞ്ഞ കാര്യത്തില് അംബേദ്കർ പറഞ്ഞ പോലെ ആ വഴിക്ക് പോവേണ്ടി വന്നു. അതായത് അത് സമ്മതിക്കേണ്ടി വന്നു. ഇസെ പൂനെ പാക്ട് कहते हैं ना. അതാണ് രണ്ടാമത്തെ അങ്ക്. ആ വട്ടമേശ സമ്മേളനമാണ് രണ്ടാമത്തെ അങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഒരുപാട് തർക്കിച്ച് നിൽക്കുന്ന രണ്ട് പക്ഷം, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷവും അംബേദ്കറും മറുവശത്തും, അത് നമുക്ക് കാണാം. और तृतीय अंग नाटक का बीज या उसकी आत्मा है. इस अंग में नाटककार ने अम्बेडकर के धर्म परिवर्तन संबंधी विचारों और सिद्धांतों को പ്രസ്തുത കിയാ ഹെ. അതായത് മൂന്നാമത്തെ അങ്ക് വരുമ്പോഴേക്കും നാടകത്തിന്റെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയാം ഇതിനെ. ഇതിലെന്ത് വരുന്നുണ്ട്? അംബേദ്കറിന്റെ ധർമ്മപരിവർത്തനെ കുറിച്ചുള്ള തന്റെ വിചാരങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ വരുന്ന അങ്കാണ് തൃതീയ അങ്ക്. बौद्ध धर्म में उनकी दीक्षा के समय ऐतिहासिक सत्य का उद्घाटन किया. अंत में 14 ഒക്ടോബർ 1956, അതായത് അദ്ദേഹത്തിന്റെ വിചാരങ്ങളൊക്കെയാണ് ആദ്യകാലങ്ങളിൽ പറയുന്നത്. ആദ്യ പേജുകളിൽ ഈ അങ്കിൽ പറയുന്നത് 14 अक्टूबर 1956 में नागपुर के बौद्ध धर्म में दीक्षा लेने के साथ नाटक समाप्त होता है. പിന്നെ അദ്ദേഹത്തിന്റെ വിചാരങ്ങളും ധർമ്മപരിവർത്തനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രാമയിൽ പറയുന്നത് ഹിന്ദു വ്യവസ്ഥയ്ക്ക് ഒരു അവസാനം വരാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ദളിതരുടെ സ്ഥിതിയിൽ യാതൊരു മാറ്റവും വരില്ല. പൂനെ പാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ നടപടികളുമായി. പക്ഷെ ഇനി മാറേണ്ടത് ആരാണ്? നമ്മുടെ വ്യവസ്ഥിതിയാണ് മാറേണ്ടത്. ഹിന്ദു ധർമ്മം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇത്രയും ഇങ്ങനെ സ്ട്രക്ചർ അതിനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി ആരും മാറ്റാൻ സമ്മതിക്കില്ല. അത് പൊളിച്ചെഴുതാതെ എന്ത് ചെയ്യില്ല, ദളിതർക്കൊരു നല്ല ഒരു സ്ഥിതി വരില്ല. ഒരുപാട് കാലം അദ്ദേഹം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും അതിൽ യാതൊരു മാറ്റവും കാണുന്നില്ലെന്നറിഞ്ഞപ്പോഴേക്കും ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് ബൗദ്ധധർമ്മം സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഫോർത്ത് അങ്കിൽ പറയുന്നത്. ഈ നാടകത്തിന് 3 അങ്കാണ് ഉള്ളത്. തേർഡ് അങ്കോടുകൂടി, അതായത് ധർമ്മപരിവർത്തനം സ്വീകരിക്കുന്നതോടുകൂടി ഡ്രാമ അവസാനിക്കാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. 3 അങ്കമുള്ള ഒരു ചെറിയ നാടകമാണെങ്കിലും ഒരുപാട് ഐതിഹാസിക് പാത്രം, ചരിത്രത്തിൽ നമ്മൾ പേരെടുത്ത് കേൾക്കുന്ന ഒരുപാട് മഹാപുരുഷന്മാർ ഈ നാടകത്തിൽ വരുന്നുണ്ട്. കാരണം അംബേദ്കറിന്റെ ഒരു ജീവനാനുഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കർ, പിന്നെ അദ്ദേഹം ബഡൌദ രാജ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സമാജിറാവ് ഗായക്വാഡ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു അധികാരിയെ പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ അറിയുന്ന മഹാത്മാഗാന്ധി ഇതിലൊരു ക്യാരക്ടറാണ്. മുഹമ്മദ് അലി ജിന്ന വരുന്നുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നാടകത്തിൽ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് സാഹചര്യത്തിൽ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, TT കൃഷ്ണാചാര്യ, और WM ഓഡ്ബോലെ, പിന്നെ PN രാജ്ബോഷ് പിള്ളെ, മൻഹർ ഭായി ദേശായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതിഹാസത്തിൽ നമ്മൾക്ക് പരിചയമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രാമയിൽ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ത്രീ പാത്രം വരുന്നുണ്ട്. അംബേദ്കറിന്റെ ആദ്യത്തെ ഭാര്യ രമാബായി, പിന്നെ കസ്തൂർബ ഗാന്ധി, ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി, പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പത്നി കമല നെഹ്റു, സരോജിനി നായിഡു, കോൺഗ്രസിന്റെ വരിഷ്ഠ നേതാ സരോജിനി നായിഡു. അങ്ങനെ ഒരുപാട് ഐതിഹാസിക് പാത്ര മാനെ ഇതിഹാസത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രതാളുകളിൽ സ്ഥാനം പിടിച്ച ഒരുപാട് ആളുകൾ മാതാപ്രസാദിന്റെ ഈ നാടകത്തിൽ വരുന്നുണ്ട്.